ولا يزيد الظالمين إلا خسارا وننزل من القرآن ما هو شفاء ورحمة സത്യവിശ്വാസികൾക്ക് വിശുദ്ധ ഖുർആൻ ശിഫയാണ്, കാരുണ്യമാണ്, അല്ലാഹുവിന്റെ റഹ്മത്താണ്. വിശുദ്ധ വചനം റഹ്മത്താണ്, വശിഫാഉൻ അവർക്ക് ശമനവുമാണ്. സത്യവിശ്വാസികളായ ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൽ ശിഫയുണ്ട്. എത്രയോ രോഗങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ചികിത്സയാണ്. എല്ലാ രോഗങ്ങൾക്കും നമ്മൾ മരുന്നന്വേഷിക്കുന്ന കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ കൊണ്ട് റുഖിയ ചെയ്യണം എന്ന് പറയും. മദനി ഉസ്താദിന്റെ ഉമ്മയെ കുറിച്ചുള്ള ഈ ലഘുപുസ്തകത്തിൽ ആ ഉമ്മക്ക് വേദനാജനകമായ അസുഖം ബാധിച്ച സമയത്ത് പെയിൻ കില്ലർ ഉപയോഗിക്കാതെ അതൊക്കെ ഒരു ഗുളികയുടെ പകുതിയൊക്കെ കഴിച്ച് ഡോക്ടർമാര് നിഷ്കർഷിച്ച അത്രയും എണ്ണം ഗുളിക കഴിക്കാതെ ബാക്കി ഖുർആൻ ഓതിയിട്ട് ഉമ്മ ചികിത്സിക്കുമായിരുന്നു എന്ന് അതിനിടയിൽ വായിക്കാൻ കഴിഞ്ഞു. ഇതൊരു അത്ഭുതമാണ്. നമുക്കൊക്കെ ചെയ്യാവുന്നതാണ്, ചെയ്യേണ്ടതാണ്. ഒന്നത് ഇബാദത്താണ്, മറ്റൊന്ന് രോഗത്തിന് ചികിത്സയുമാണ്. ഖുർആൻ മനസ്സിനെയും ചിന്തയെയും ചികിത്സിക്കുന്നതാണ്, ശരീരത്തെയും നമ്മുടെ ആരോഗ്യത്തെയും പരിപോഷിപ്പിക്കുന്നതാണ്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഈ വചനം ഇറങ്ങിയ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് ഒരു വിളിപ്പാടുകളെ കാത്തിരിക്കുകയാണ്. റജബിലാണ് ഇപ്പോൾ, ശഅബാനിലേക്ക് കടക്കുന്നു, പിന്നെ ശഹ്റുൽ ഖുർആൻ വിശുദ്ധ റമദാനിലേക്ക് വരികയാണ്. മുസ്ലിമീങ്ങളായ നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന് എത്രത്തോളം സമയം ചെലവഴിക്കുന്നു എന്ന ഒരു ചോദ്യം നമ്മൾ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കുകയാണ്. ഇത്രയും മനോഹാരിതയുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥം, അക്കങ്ങളെ കൊണ്ട് അത്ഭുതങ്ങൾ നിറഞ്ഞു കിടക്കുന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥം, ഭാഷയുടെ മനോഹാരിത കൊണ്ട് റിട്ടോറിക് ബ്യൂട്ടി, ഖുർആനിന്റെ മനോഹരമായ ഭാഷാശക്തി, ഖുർആനിന്റെ ആശയ വൈപുല്യം, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ, മറ്റൊരു വഴിക്ക് ഡിജിറ്റൽ ലോകത്തിന്റെ ഖുർആനിന്റെ ഡിജിറ്റൽ മിറക്കിൾസ്, ഖുർആനിന്റെ അക്കങ്ങളുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ, ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, അത് നമുക്കറിയുന്നത്, ഇനിയറിയാത്തതപ്പുറത്തൊരുപാട്. ഒരിക്കലും പഠിച്ചു തീർക്കാൻ കഴിയാത്തൊരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ഈ ഗ്രന്ഥം മാത്രമാണ്. സംശയം ഒന്നും വേണ്ട, ഇത് തീർച്ചയായും ദൈവിക വചനമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സാക്ഷ്യപ്പെടുത്തിയ അങ്ങനെ ഒരു ഗ്രന്ഥം ലോകത്ത് ഉണ്ടെങ്കിൽ അത് ഖുർആൻ മാത്രമായിരിക്കും. അല്ലെങ്കിൽ സ്വാഭാവികമായും ആളുകൾ പുസ്തകത്തിന്റെ അവസാനത്തിൽ പറയും, നിങ്ങളുടെ കമന്റ്സ് ആൻഡ് റിവ്യൂ നിങ്ങൾ അയക്കണം, എന്റെ ഇമെയിൽ ID ഇന്നതാണ്, ഇതിന്റെ ഫോൺ നമ്പർ ഇന്നതാണ്, നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം, തെറ്റുണ്ടെങ്കിൽ സ്നേഹബുദ്ധിയാ തിരുത്തി തരണം. ഖുർആൻ പറഞ്ഞു, ഇതിൽ തെറ്റില്ല, ലാ റൈബ ഫീ, ഇതിലൊരു തെറ്റും കണ്ടെത്താൻ കഴിയുകയുമില്ല. സുബ്ഹാനല്ലാഹ്, ഇത് വല്ലാത്തൊരു അത്ഭുതമാണ്. സൂറത്തുകൾ 114 സൂറകൾ അല്ലേ? 114 സൂറകളിലും ആയത്തുകൾ കൃത്യമായും സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകൾ, സൂറത്തുൽ ബഖറ 286, അങ്ങനെ ഓരോ സൂറകൾക്കും കൃത്യമായ ആയത്തുകൾ. 114 സൂറകളും ആ സൂറയുടെ അക്കം, ഒന്നാമത്തെ സൂറ സൂറത്തുൽ ഫാത്തിഹ, അതിൽ 7 ആയത്തുകൾ. ആ 1+7 എന്ന് കൂട്ടിയാൽ 8 കിട്ടും അല്ലേ? രണ്ടാമത്തെ സൂറത്തുൽ ബഖറ, ആ രണ്ടും സൂറത്തുൽ ബഖറയിലെ ആയത്തിന്റെ എണ്ണം 286. അപ്പൊ 286 + 2 288. അങ്ങനെ 114 സൂറകളുടെ ആ സീരിയൽ നമ്പറും ആയത്തുകളുടെ എണ്ണവും കൂട്ടി നോക്കിയാൽ നമുക്ക് ഒന്നുകിൽ ഒരു ഒറ്റ സംഖ്യ കിട്ടും, അല്ലെങ്കിൽ ഇരട്ട സംഖ്യ കിട്ടും. ഇതിൽ അത്ഭുതം എന്താന്ന് വെച്ചാൽ, ഖുർആനിലെ ഈ സൂറകളും അവരുടെ സൂറത്തിന്റെ ക്രമവും ആയത്തിന്റെ എണ്ണവും ചേർത്താൽ കിട്ടുന്നത് 57 ഒറ്റ സംഖ്യയും 57 ഇരട്ട സംഖ്യയുമാണ്. ഇത് വളരെ അത്ഭുതമാണ്. ആ 57 ഇരട്ട സംഖ്യകളെ നമ്മൾ കൂട്ടി നോക്കിയാൽ കിട്ടുന്നത് 6236.
6236 എന്നത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ എണ്ണമാണ്. അത് സാധാരണ 6666 എന്നാ പറയാ. അങ്ങനെ ആയത്ത് ഖുർആനിൽ കിട്ടൂല. ഖുർആനിന്റെ ആയത്തിന്റെ എണ്ണം 6236. അത് ഖുർആനെ തിരുത്തുന്നല്ല, അതാണ് അതിന്റെ കൃത്യം. ഇനി എങ്ങനെ 6666 വന്നതെന്നാവോ? ഞാൻ പല ഉസ്താദന്മാരോടും ചോദിച്ചു. അങ്ങനെ പറഞ്ഞു പോകുന്നു അലാ ലിസാനിൽ ഖൽഖ്, മനുഷ്യന്മാരെങ്ങനെ പറയുന്നു 6666. 6236 കൃത്യമായി നമുക്ക് കണക്ക് നോക്കിയാൽ മനസ്സിലാകും. ആ ഒറ്റ സംഖ്യയായി വരുന്ന അക്കങ്ങളെ നമ്മൾ കൂട്ടി നോക്കിയാൽ കിട്ടുന്നത് 6555. 6555 എന്നത് 1 മുതൽ 114 വരെയുള്ള സൂറകൾ. ഡോക്ടർ ഷബീർ അലി എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു ഖുർആൻ പണ്ഡിതനുണ്ട്. അദ്ദേഹം ബൈ പ്രൊഫഷൻ ഈസ് എ മാത്തമാറ്റീഷ്യൻ. അദ്ദേഹം വളരെ മനോഹരമായ ഒരുപാട് അത്ഭുതങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയാറുണ്ട്. ഇതിൽ പറയുന്നത് ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ ഏറെയോ കുറവോ വന്നിരുന്നെങ്കിൽ, ഒരക്ഷരം ഖുർആനിൽ ഏറെയോ കുറവോ വന്നിരുന്നു, ഒരു സൂറ ഖുർആൻ എന്ന പാടെ നഷ്ടപ്പെടുകയോ അതിലേക്ക് ചേർക്കപ്പെടുകയോ ചെയ്തിട്ട് പെരുന്നാളിന്റെ ബലിദാനവും അള്ളാഹുവിന് സമർപ്പണമായി നിസ്കാരവും അങ്ങ് നിർവഹിക്കണം നബിയെ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അങ്ങയെ കളിയാക്കുന്നവരാരോ അവർക്കാണ് പ്രശസ്തി ഇല്ലാതെ പോകുന്നത്, അങ്ങ് പ്രശസ്തിയിൽ ഉയരുകയാണ്. ഇതാണ് അതിൻ്റെ ആശയം. 10 വാക്കുകൾ. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ആ ആദ്യത്തെ ആയത്തിൽ ആവർത്തനമില്ലാതെ ഉപയോഗിച്ച അക്ഷരങ്ങൾ 10 എടുത്ത് നോക്കിയാൽ മതി. ഖുർആൻ ആയത്തിൽ എഴുതിയത്. അതുകൊണ്ടാണ് റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്ന ഉസ്മാനി ലിപിക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ അറബ് വാക്കുകൾ എഴുതുന്ന പോലെ ഖുർആൻ എഴുതൂല. റഹ്മാൻ ഖുർആൻ എഴുതുമ്പോൾ മീം കഴിഞ്ഞ് നൂന എഴുതുക, ആ അലിഫ് നീട്ടി എഴുതൂല, അതിൻ്റെ മേലെ ചെറുതായിട്ട് കൊടുക്കുകയോ ചെയ്യൂ. അക്ഷരങ്ങൾ എഴുതപ്പെടുന്നത് ഖുർആനിൽ എത്രയാണെന്ന് വായിച്ചു നോക്കൂ. ആയത്തുകളുടെ 10 അക്ഷരങ്ങളാണ് അതിലുള്ളത്. ആവർത്തിച്ചു വരുന്നതുണ്ട്, ആവർത്തിക്കാതെ വന്നത് 10 അക്ഷരങ്ങളാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ, അതിലും 10 അക്ഷരങ്ങളാണ് അള്ളാഹു ഉപയോഗിച്ചത്. ചിലത് ആവർത്തിച്ചു വന്നു. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അതിലും 10 അക്ഷരങ്ങളാണ്. ഈ സൂറയിൽ മൊത്തം ഉപയോഗിച്ച 3 ആയത്തിലും ആവർത്തിക്കാതെ ഉപയോഗിച്ച അക്ഷരങ്ങളും 10 റാ എന്നത് അക്ഷരത്തിലാണ് ഈ സൂറ അവസാനിക്കുന്നത്, എല്ലാ ആയത്തുകളും അല്ലേ. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അലിഫ് ബാ താ സാ ജീം ഹാ ഖാ ദാൽ ദാൽ റാ 10ാമത്തെ അക്ഷരമാണ്. ഈ ആയത്തിറങ്ങിയത് ദുൽഹിജ്ജ 10-നാണ്. അത്രയും അത്ഭുതകരമായ ഒരു രഹസ്യം ഈ കൊച്ചു സൂറയിൽ അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. അങ്ങനെ നോക്കിയിട്ട് ഒരുപാട് സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് പറയുന്ന ഭാഗം, വലബിഥു ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദു 9, അവർ 300+9 വർഷങ്ങൾ ആ ഗുഹയിൽ അവർ താമസിച്ചു എന്ന് പറഞ്ഞു. 309 എന്ന് പറയാൻ അങ്ങനെയല്ല അറബ് ഭാഷയിൽ പറയാം. 309 അങ്ങനെ പറഞ്ഞാൽ മതി. 300 സിനീന വസ്ദാദു 9, അവരൊരു 9 വർഷം ഏറെയും താമസിച്ചു. 309 എന്ന് പറയാതെ അള്ളാഹു എന്തുകൊണ്ട് 300+9 എന്ന് പറഞ്ഞു? അത് വലിയൊരു അത്ഭുതമാണ്. ചന്ദ്രവർഷവും സൗരവർഷവുമുണ്ട്. സൗരവർഷം കൂട്ടി നോക്കിയാൽ അവർ 300 കൊല്ലം താമസിച്ചു. ചന്ദ്രവർഷം കൂട്ടി നോക്കിയാൽ 309 കൊല്ലം. ഓരോ 100 കൊല്ലം ചന്ദ്രവർഷം കഴിയും, ഓരോ 100 വർഷം കഴിയുമ്പോഴും 3 വർഷത്തെ വ്യത്യാസം വരും. ചന്ദ്രവർഷം 3 വർഷം കുറയും. സുബ്ഹാനല്ലാ. 3 വർഷം ഏറെ വരും. സുബ്ഹാനല്ലാ. ഓരോ 100ലും 100 വർഷം സൗരവർഷമായാൽ അത് 103 ചന്ദ്രവർഷമായിരിക്കും. അങ്ങനെ 300 കൊല്ലാകുമ്പോൾ 309 ആകും. വളരെ ചെറിയ വാക്കിലാണ് അള്ളാഹു ഉൾക്കൊള്ളിച്ചത്. അതുമാത്രം 2 ലബിസു ഉപയോഗിച്ചിട്ടുണ്ട്. വലബിസു എന്ന് പറഞ്ഞിട്ടാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ തുടങ്ങുന്നത്. അവസാനം വലബിസു ഫീ കഹ്ഫിഹിം 300 സിനീൻ, അവർ 300 വർഷം താമസിച്ചു എന്ന് പറയുന്ന 2ാമത്തെ ലബിസു വരെ 309 വാക്കുകളാണ് അള്ളാഹു ഉപയോഗിച്ചത്.
നമ്മൾ തലതാഴ്ത്തി പോകും. സുബ്ഹാനക യാ റബ്ബ്, ഇത്രയൊക്കെ രഹസ്യങ്ങളുണ്ടോ നിൻ്റെ വചനത്തിനുള്ളിൽ? ഇത്രയൊക്കെ മഹാത്ഭുതങ്ങളുണ്ടോ തമ്പുരാനെ? നമ്മളത് ആലോചിച്ചില്ലല്ലോ എന്ന്. 7-ൻ്റെയും 19-ൻ്റെയും ഗുണിതങ്ങളായി ആയിരക്കണക്കിന് സംഭവങ്ങളാണ് ഖുർആനിൽ കിടക്കുന്നത്. 19 അത്ഭുതമുള്ള അക്കമാണെന്ന് സൂറത്തുൽ മുദ്ദസ്സിർ അല്ലാഹു തആല പറഞ്ഞു അല്ലേ. അലൈഹാ 19 19 പേരുണ്ട് ആ നരകത്തിൻ്റെ കാവലാളുകളായിട്ട്. വമാ ജഅൽനാ ഇദ്ദതഹും, ആ 19 എന്ന അക്കം സത്യവിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിക്കുവാനും വേദം നൽകപ്പെട്ടവർക്ക്, അതായത് ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഈ ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെടാനും, ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ മാദാ അറാദല്ലാഹു ബിഹാദാ മസല, ഇതെന്ത് എനിക്കൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്യും. പക്ഷേ വിശ്വാസികൾക്ക് ഈ 19ൻ്റെ അത്ഭുതം മനസ്സിലാവുന്നു. സുബ്ഹാനല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 19 അക്ഷരം കൊണ്ടാണ് അള്ളാഹു ഉണ്ടാക്കിയത്. ആദ്യത്തെ വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 19 അക്ഷരങ്ങളാണത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന്. ആ മാ ലം യഅലം ഒരു വാക്കാണ്. 19 വാക്കുകളാണ് ആദ്യത്തെ ഇഖ്റയിൽ തന്നെ അള്ളാഹു ഇറക്കിയത്. 19. ഇതൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു വഴി തുറക്കുക മാത്രമാണ്. നമ്മുടെ സഹോദരിമാരും പ്രായമുള്ള ഒപ്പന്മാരൊക്കെ ഇരിക്കുമ്പോൾ ഈ കണക്ക് അത് പറഞ്ഞാൽ തീരെ പിടിക്കൂല. അതുകൊണ്ട് ഞാൻ മാറുകയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഇത് ഡിജിറ്റൽ ലോകമാണ്. അപ്പോൾ ഖുർആനിൽ ഡിജിറ്റൽ അത്ഭുതങ്ങളുണ്ട്. ശാസ്ത്രീയ കണക്കുകൾ നമ്മൾ വേറെ പറയാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. പക്ഷേ അക്കങ്ങളുടെ ഇന്ന് ഡിജിറ്റൽ മൊബൈൽ നമ്പറുകൾ, നമ്പർ ലോക്കുകൾ എല്ലാം അക്കങ്ങളാണ്. ഖുർആനിൽ അക്കങ്ങളുടെ അത്ഭുതങ്ങൾ. അഹ്സാ കുല്ല ഷൈഇൻ അദദ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കൃത്യമായ അക്കങ്ങൾ വെച്ച് നിർണയിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ വചനം. അഹ്സാ കുല്ല ഷൈഇൻ അദദ, അല്ലാഹുവിൻ്റെ അടുത്ത് കണക്കുണ്ട്, കൃത്യമാണ്. അപ്പം നമ്മൾ ഏറ്റവും നല്ല സയൻസ് പഠിക്കേണ്ടവരാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ മാത്സ് പഠിക്കേണ്ടവരാണ്. നമ്മൾ പറഞ്ഞാൽ കണക്കിൽ പണ്ടേ അങ്ങനെ നമ്മൾ പറയല്, മോശമാവാൻ പാടില്ല. നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടവരാണ് കണക്ക്. മാത്സ് ശരിക്കും പഠിക്കണം. അത് അല്ലാഹുവിൻ്റെ ഈ ലോകത്തിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ അനിവാര്യമാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അത് അത്ഭുതങ്ങളുടെ കലവറയാണെന്ന് പറയുമ്പോഴും ഖുർആനിൻ്റെ ആശയം മനുഷ്യനെ സംസ്കരിക്കലാണ്, നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കലാണ്, പരലോകത്തെ ജീവിതത്തിന് വേണ്ടി നമ്മെ ഒരുക്കലാണ് ഖുർആനിൻ്റെ ദൗത്യം. ഖുർആൻ സയൻസ് പഠിപ്പിക്കാൻ വന്ന ഗ്രന്ഥമല്ല, ഖുർആൻ കണക്ക് പഠിപ്പിക്കാനും വന്നതല്ല. പക്ഷേ ഈ കണക്കും സയൻസും അറിയുന്നവർക്ക് ഖുർആനിൽ ചില അത്ഭുതങ്ങൾ കാണാൻ കഴിയും. സയൻറ്റിസ്റ്റുകൾക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ നമ്മളൊക്കെ പറയും ഇടയ്ക്കൊക്കെ, എന്നാൽ പിന്നെ ഈ സയൻസ് കണ്ടുപിടിച്ചത് ഖുർആനിലുണ്ട് എന്നിങ്ങനെ പറയാലോ ഉസ്താദുമാർ. അത് പറയുമ്പോൾ എന്നാൽ പിന്നെ ആദ്യം ഖുർആൻ വെച്ചിട്ടാണ് സയൻസ് തുടങ്ങിയാൽ പോരെ. നമ്മൾ കണ്ടുപിടുത്തം കഴിഞ്ഞിട്ടത് ഖുർആനിലുണ്ട് എന്ന് പറയുന്നത് അതിനേക്കാളും അങ്ങ് മാറ്റി പിടിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചിലരെങ്കിലും ചോദിക്കും. അതിന് മറുപടി അള്ളാഹു തന്നെയാണ് പറഞ്ഞത്. ആദ്യം സയൻസാണ് കണ്ടുപിടിക്കുക, എന്നിട്ടത് ഖുർആനിലുണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അല്ലാതെ അള്ളാഹിൻ്റെ കലാം എങ്ങനെ നമുക്ക് ബോധ്യപ്പെടും? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ ചക്രവാള സീമകളിൽ ഞാൻ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കും. അതിനാണ് സ്പേസിൽ, അതിനാണ് സാറ്റലൈറ്റുകൾ, അതിനാണ് പര്യവേക്ഷണ പേടകങ്ങൾ. എന്തിനിതൊക്കെ ഉണ്ടാക്കുന്നു മനുഷ്യൻ? അള്ളാഹു ഇൻസ്പയർ ചെയ്തതാണ് മനുഷ്യന്. ഇല്ലെങ്കിൽ മൊബൈൽ ടവറുകളില്ല, ഇല്ലെങ്കിൽ TV കണക്ഷനുകളില്ല, ഇല്ലെങ്കിൽ നമ്മളുടെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളില്ല. അള്ളാഹുവിൻ്റെ ആകാശ ലോകത്തല്ലേ ഇതിൻ്റെയൊക്കെ സാറ്റലൈറ്റുകൾ കൊണ്ടുപോയി വിക്ഷേപിച്ചിരിക്കുന്നത്. ചന്ദ്രനിലേക്ക് പോയി, ചൊവ്വയിലേക്ക് പോകാൻ. ചന്ദ്രനിലേക്ക് പോയോ ഇല്ലേ രണ്ട് കൗലാണ് കേട്ടോ ഇപ്പോഴും. അവിടെ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്നതിൽ ഇപ്പോഴും ശാസ്ത്രലോകത്തെ വലിയൊരു ഡിബേറ്റാണത്. ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലേ? നമ്മൾ ഇറങ്ങിയെന്ന് വിശ്വസിക്കുന്നു, നമ്മൾ പുസ്തകങ്ങളിലൊക്കെ വായിക്കപ്പെടുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഇല്ലെന്ന് പറയുന്നവരുമുണ്ട്. ഇരിക്കട്ടെ, ആകാശലോകങ്ങളുടെ അത്ഭുതങ്ങൾ കാണുകയാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. അല്ലാഹുവിൻ്റെ ആകാശലോകങ്ങളിൽ
ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നക്ഷത്രങ്ങൾ പോലും അതിൻ്റെ ഗ്രാവിറ്റി നഷ്ടപ്പെട്ടാൽ ഒരു കുഴിയിലേക്ക് വീഴുന്ന പോലെ ഒരിക്കലും പിന്നെ രക്ഷപ്പെടാൻ കഴിയാത്ത ആകാശത്തെ വലിയ വലിയ ചുഴികൾക്കാണ് ബ്ലാക്ക് ഹോളുകൾ എന്ന് പറയുന്നത്. അതിലേക്ക് പ്രകാശം കടന്നാൽ പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന്. ഈവൻ എ റേ ഓഫ് ലൈറ്റ് ക്യാൻ ബി എസ്കേപ്ഡ്. അത്രയും സാന്ദ്രതയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമുക്ക് സാങ്കല്പികമായി പറയാമെങ്കിൽ അതാണ് ബ്ലാക്ക് ഹോളുകൾ ആകാശലോകത്ത്. അതിനെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ, ഒരുപാട് സയൻറ്റിസ്റ്റുകൾ, ആൻഡ്രൂ ഹാമിൽട്ടൺ അദ്ദേഹമാണ് ഇതിനെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയ ശാസ്ത്രകാരൻ. വേറെയും ഒരുപാട് ശാസ്ത്രജ്ഞകളുണ്ട്, സഹോദരിമാരും അതിൽ പഠനം നടത്തിയത് കാണാൻ കഴിയും. ബ്ലാക്ക് ഹോളുകൾ വിശുദ്ധ ഖുർആൻ അതിനെ പരിചയപ്പെടുത്തി എന്ന് നമ്മൾ പറയുമ്പോൾ തഫ്സീർ നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മുഫസ്സിരീങ്ങൾക്ക് അന്നത്തെ കാലത്തെ ലഭ്യമായ സയൻസ് വെച്ച് ഖുർആൻ അന്ന് സയൻസ് കൊണ്ട് വ്യാഖ്യാനിക്കണമെങ്കിൽ അന്നുള്ള അവസ്ഥയിലല്ലേ മുഫസ്സിരീങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയൂ. അതുകൊണ്ട് ആ വ്യാഖ്യാനങ്ങൾ അതത് കാലങ്ങളിലെ പണ്ഡിതന്മാർ സയൻസ് പഠിച്ചിട്ട് വേണം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന സ്ഥാനത്തെ തന്നെയാണ് സത്യം. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. ബാക്കി എന്താണ്? ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് അല്ലാഹു ചെയ്യുന്ന ഈ സത്യം ലൗ തഅലമൂന അദീം, ഇത് ഭയങ്കരമായൊരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾക്ക് പോലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ആകാശലോകത്തെ ഏറ്റവും വലിയ ചുഴികളാണ് ബ്ലാക്ക് ഹോളുകൾ. ഒരു ബ്ലാക്ക് ഹോൾ മറ്റൊരു ബ്ലാക്ക് ഹോളിനെ തിന്നാറുണ്ടെന്നാണ്. അങ്ങനെ ദേ ഗെറ്റ് ബിഗർ ആൻഡ് ബിഗർ. ഇത് ലോകത്ത് ഇന്ന് ശാസ്ത്രകാരന്മാർ അത്ഭുതപ്പെടുത്തുന്ന സംഭവമാണ് ബ്ലാക്ക് ഹോളുകൾ. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് പോലെയാണോ അള്ളാഹുവിൻ്റെ നക്ഷത്രങ്ങൾ? ഭൂമിയുടെ 100 കണക്കിന് ഇരട്ടി വലുപ്പമുള്ള സാധനം നമ്മൾ ആകാശത്ത് കാണുന്ന സൂര്യനേക്കാളും വലുപ്പമുള്ള നക്ഷത്രങ്ങൾ. ഇതൊക്കെ ബ്ലാക്ക് ഹോളിലേക്ക് ചെന്നുപെട്ടാൽ പൊടിപൊടിയായി പോവാൻ, പിന്നെ അത് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ എത്രയോ നക്ഷത്രങ്ങൾ ബ്ലാക്ക് ഹോളുകൾ അകപ്പെട്ടു കഴിഞ്ഞു. നക്ഷത്രങ്ങൾ ചെന്നുചാടുന്ന സ്ഥാനത്തെ തന്നെയാണ് സത്യം. അല്ലാഹു തആല പറയാൻ അത് ബ്ലാക്ക് ഹോളുകൾ ആയിരിക്കാമോ നമുക്കറിയില്ല, പക്ഷേ വ്യക്തമായ സൂചനയാണത്. നക്ഷത്രങ്ങളുടെ ഉള്ളിലേക്ക് സ്ലൈഡ് ചെയ്ത് ഇറങ്ങിപ്പോകുന്ന നക്ഷത്രഗോളങ്ങൾ ബ്ലാക്ക് ഹോളിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ കാണാൻ കഴിയും. ഓരോന്നും പ്രത്യേകിച്ച് തബാറക്ക് സൂറത്തിന് താഴെ, ജുസ്ഇന് താഴെയുള്ള സൂറത്തുകൾ മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ്. നോക്കണം, ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്ത്. നമ്മൾ പഠിക്കുക. അള്ളാഹു നമുക്ക് പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആ പഠനമില്ലെങ്കിൽ മനുഷ്യരും ജീവജാലങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനങ്ങളിലെ മഹാത്ഭുതങ്ങളെക്കുറിച്ച് മനുഷ്യർ ചിന്തിക്കുന്നില്ലയോ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. അക്കങ്ങളിൽ അത്ഭുതങ്ങൾ പറയുമ്പോൾ ചിലപ്പോഴൊക്കെ മുമ്പ് പണ്ഡിതന്മാർ പറഞ്ഞിരുന്നു അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയാം, എന്ത് 7 എന്ത് 9 അങ്ങനെ. അൽ ഇഅ്ജാസുൽ അദദി എന്ന് പറയുന്ന അക്കങ്ങളുടെ അത്ഭുതങ്ങളില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് തിരുത്തി. അങ്ങനെ ഉണ്ടാവല്ലോ, മനുഷ്യൻ തിരുത്താലോ. അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് അക്കങ്ങളുടെ അത്ഭുതങ്ങൾ ഖുർആനിലുണ്ട് എന്ന സൂചന നൽകിയത്. 27-ാം രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് വിശ്വസിക്കുമായിരുന്നു മഹാനായ അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവരുടെ അഭിപ്രായത്തിൽ 27-ാം രാവാണ് ലൈലത്തുൽ ഖദ്റായിട്ട് വരിക. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാഴ്ചപ്പാട് 23 ആയിരുന്നു എന്നാണ്. തങ്ങളുടെ ഹദീസുകളിൽ നോക്കിയാൽ 21-ആവാം, 3, 23, 25, 27, 29. നമ്മൾ സാധാരണ 27 രാവ് കഴിഞ്ഞാൽ പിന്നെ റമളാൻ പിരിച്ചുവിടലാ പതിവ്. 29ഉം ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുണ്ടെന്നാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചത് അക്കങ്ങളിലൂടെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. 30 വാക്കുകളാണ് സൂറത്തുൽ ഖദ്റിൽ. 30 വാക്ക്, ഒരു മാസത്തിലെ 30 ദിവസം പോലെ.
സലാമുൻ ഹിയ, ആ രാത്രി സമാധാനമാണ്. ഹത്താ മത്ലഇൽ ഫജ്ർ, unto the break of dawn, ലെ പ്രഭാതം പൊട്ടിവിടരുന്നവരെ, സുബഹി ആകുന്നവരെ ലൈലത്തുൽ ഖദർ സമാധാനമാണ് എന്ന് പറഞ്ഞ ഹിയ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ. ഹിയ എന്ന വാക്ക് ഈ സൂറയിൽ വന്നത് 27ാമത്തെ വാക്കാണ്. ഹത്താ മത്ലഇൽ ഫജ്ർ, സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞിട്ട് 3 വാക്കേ ഉള്ളൂ. സലാമുൻ ഹിയ, 30 വാക്കുകളിൽ 27ാമത്തെ വാക്കാണ് ഹിയ. കഴിഞ്ഞില്ല. ലൈലത്തുൽ ഖദർ, എത്ര അക്ഷരങ്ങളുണ്ട് അതിൽ? 9 അക്ഷരങ്ങൾ. ലൈലത്ത് 4, അൽ ഖദർ 5. ലൈലത്തുൽ ഖദർ 9 അക്ഷരങ്ങളാണ് അതിലുള്ളത്. ലൈലത്തുൽ ഖദർ എന്ന വാക്ക് 3 തവണ ഈ സൂറയിൽ അല്ലാഹു ആവർത്തിച്ചു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. 3 തവണ ലൈലത്തുൽ ഖദർ എന്ന് അല്ലാഹു ആവർത്തിച്ചു. ആ ഓരോ തവണയിലും 9 അക്ഷരങ്ങളാ ലൈലത്തുൽ ഖദറിലുള്ളത്. 9 × 3 = 27. അല്ലേ? 9നെ 3 കൊണ്ട് ഗുണിച്ചാൽ 27ആണ്. അതുകൊണ്ട് 27ാം രാവാൻ സാധ്യത കൂടുതലെന്ന് അക്കങ്ങളുടെ ഹിക്മത്തിലൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്ന് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആനിൽ അക്കങ്ങളുടെ അത്ഭുതങ്ങളുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ സാരം. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. വെള്ളം അല്ലാഹു സൃഷ്ടിച്ച മഹാത്ഭുതം. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ فبأي آلاء ربكما تكذبان. سورة الرحمن. مرج البحرين يلتقيان. അല്ലാഹു 2 സമുദ്രങ്ങളെ കൂടിച്ചേർത്തവനാണ്. മറജ, മെർജ് ചെയ്യാൻ, ഇംഗ്ലീഷിൽ മെർജ് എന്നാ പറയാ, അതന്നെ മറജ അറബിയിലും. മറജൽ ബഹ്റൈനി യൽതഖിയാൻ. അല്ലാഹു he lets 2 seas and oceans merge together. 2 സമുദ്രങ്ങൾ ഒരുമിച്ച് ദേ മീറ്റ്, അത് ഒരുമിച്ച് കണ്ടുമുട്ടുകയാണ്. 2 സമുദ്രങ്ങൾ, അറ്റ്ലാന്റിക് ഓഷ്യൻ മെഡിറ്ററേനിയൻ ഓഷ്യനുമായി, മെഡിറ്ററേനിയൻ കടലുമായി, മെഡിറ്ററേനിയൻ സീ അറ്റ്ലാന്റിക് ഓഷ്യനുമായി, ഇന്ത്യൻ മഹാസമുദ്രവുമായി ചെങ്കടലിലേക്ക് ഗൾഫ് ഓഫ് എയ്ഡൻ, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അറേബ്യൻ കടൽ, അറേബ്യൻ സീ, അറേബ്യൻ ഗൾഫുമായി അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫുമായി, നദികൾ സമുദ്രവുമായി, സമുദ്രങ്ങൾ നദികളുമായി, വ്യത്യസ്ത സാന്ദ്രതയുള്ള സമുദ്രങ്ങൾ ഒന്ന് മറ്റൊന്നുമായി, മെഡിറ്ററേനിയൻ കടലിൽ, അതിൻ്റെ പുറത്താണല്ലോ യൂറോപ്പ്, ഇപ്പുറത്ത് ഫലസ്തീൻ. മെഡിറ്ററേനിയൻ കടൽ, അൽ ബഹറുൽ മുതവസ്സിത്ത് എന്നോ അൽ ബഹറുൽ അബിയദ് എന്നോ അറബിയിൽ പറയുന്ന മെഡിറ്ററേനിയൻ കടൽ, ആ കടലിൻ്റെ ഉപ്പിൻ്റെ സാന്ദ്രതയല്ല ഇപ്പുറത്തുള്ള അറ്റ്ലാന്റിക് ഓഷ്യനിൽ. അത് രണ്ടും കൂടിച്ചേരുന്നൊരു കടലിടുക്കുണ്ട്. മൊറോക്കോയിൽ നിന്ന് സ്പെയിനിലേക്ക് ബോട്ട് കയറി പോകാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ആ ചെറിയ കടലിടുക്കിനാണ് ദ സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. ജിബ്രാൾട്ടർ, ജബൽ ത്വാരിഖ് എന്നാണ് ആ വാക്ക്. ത്വാരിഖ് ബിൻ സിയാദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന താബിഈ ഇസ്ലാമിൻ്റെ ദഅവത്തുമായി സ്പെയിനിൽ പോയപ്പോൾ അദ്ദേഹം കയറി നിന്ന് താമസിച്ചൊരു മലയുണ്ട്, ജബൽ ത്വാരിഖ്. ത്വാരിഖ് ബിൻ സിയാദ് എന്നവരുടെ പർവ്വതം, ആ പർവ്വതത്തിൻ്റെ താഴ്വരയാണ് ഈ കടലിടുക്ക്. അപ്പോൾ പിന്നെ ഇംഗ്ലീഷുകാരൻ ജബൽ ത്വാരിഖ് എന്ന് വിളിച്ചപ്പോൾ ജിബ്രാൾട്ടറായി മാറിയതാണ്. അതാ അതിൻ്റെ സത്യം. അത് ഭാഷാശാസ്ത്രന്മാർക്കറിയാം, ആ പേര് വരാനുള്ള കാരണം അതാ. ജബൽ ത്വാരിഖാണ് ജിബ്രാൾട്ടറായി മാറിയത്. ജിബ്രാൾട്ടറിലൂടെ മെഡിറ്ററേനിയൻ കടലും അറ്റ്ലാന്റിക് ഓഷ്യനും തമ്മിൽ അൽ മുഹീത്തുൽ അത്ലസി, ഇത് രണ്ടും കൂടിച്ചേരുന്ന സ്ഥലം. ഇവിടെ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് മെഡിറ്ററേനിയൻ കടലിൻ്റെ ഉപ്പുരസവും സാന്ദ്രതയും ചൂടും അതല്ല അറ്റ്ലാന്റിക് സമുദ്രത്തിൽ, മുഹീത്തുൽ അത്ലസിയിൽ അതല്ല. അവിടെയുള്ള ജീവങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല, ഇവിടെയുള്ള മത്സ്യങ്ങൾക്ക് ഇപ്പുറത്തും ജീവിക്കാൻ കഴിയില്ല. ഇതിനിടയിൽ 2 സമുദ്രങ്ങളെയും പരസ്പരം കൂടിച്ചേർന്ന് രണ്ടും ഒന്നായി പോവാതെ 2 സമുദ്രങ്ങളെ വേർതിരിച്ച് നിർത്തുന്ന ഒരു മീഡിയം അള്ളാഹു ഒരു മറയായി വെച്ചിട്ടുണ്ട്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ, നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു മറ ഈ സമുദ്രങ്ങൾക്കിടയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്നൊക്കെ വീണ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ, കപ്പലിലൂടെ പോകുന്ന പിക്ചർ എടുത്ത് നമുക്ക് കാണാൻ പറ്റും. അതൊന്നും ഇല്ലാത്ത കാലം കടൽ കണ്ടിട്ടില്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കടൽ കണ്ടിട്ടില്ലല്ലോ, തങ്ങൾ കടലിൽ യാത്ര ചെയ്തിട്ടില്ല. പക്ഷെ കടലിനെ കുറിച്ച് എത്രയാ ഖുർആനിൽ വന്ന ആയത്തുകൾ. ആ കടലിനിടയിൽ ഇങ്ങനെ ഒരു ബാരിയർ, ദർ ഈസ് ആൻ അൺസീൻ ബാരിയർ, നിങ്ങൾ കണ്ണിന് കാണാൻ കഴിയില്ല. നൈൽ നദി
അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചെന്നുപോയി കൂടിച്ചേരുന്ന ഭാഗം, അലക്സാൻഡ്രിയയുടെ ഭാഗം. ഇപ്പോൾ നാളെ മറ്റന്നാൾ ഈജിപ്തിലേക്ക് പോവാണ്. ആ ഒരു സ്ഥലം, ഈജിപ്തിലെ നദിയും അതുപോലെ തന്നെ നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രവും തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗം, സമുദ്രത്തിലെ വെള്ളവും പുഴയിലെ വെള്ളവും കൂടിച്ചേരാതെ ഒരു ഭാഗം അള്ളാഹു തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അത് കടലിൽ ചെന്ന് ചേരുന്ന മസബിൽ, ആ കൂടിച്ചേരുന്ന സ്ഥാനത്ത് മാത്രമല്ല, ഒരൽപ്പം കടൽ വെള്ളത്തിൻ്റെ രുചി, ഉപ്പുരസം പുഴവെള്ളത്തിനുണ്ടാകാം. പക്ഷേ ആ പുഴവെള്ളത്തിൽ ഉപ്പുരസം അവസാനിക്കുന്നൊരു സ്ഥലമുണ്ട്. അത് അള്ളാഹു നിർത്തിയില്ലെങ്കിൽ എല്ലാ പുഴയും ഉപ്പുജലമായി മാറുമായിരുന്നു. പക്ഷേ അള്ളാഹു ഉപ്പുജലത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് അങ്ങനെ നിൽക്കാനും, ശുദ്ധജലത്തിൽ ജീവിക്കുന്ന സ്പീഷീസുകളുണ്ട്, അവർക്ക് അങ്ങനെ ജീവിക്കാനും അള്ളാഹു മറവച്ചിട്ടില്ലേ? ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതാണ് മനുഷ്യരെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്നത്? നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അള്ളാഹിൻ്റെ കലാം ചിന്തിക്കാനും പഠിക്കാനൊന്നും നമുക്ക് നേരമില്ല. നമ്മൾ സുബ്ഹാനല്ലാഹ്, ഇത്രയും മനോഹരമായൊരു നിധി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അത്ഭുതമാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. യാ മഅശറൽ ജിന്നി വൽ ഇൻസി ഇനിസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഭൂമിയെ തുളച്ചു കയറാൻ മനുഷ്യന് കഴിയില്ല എന്ന് അല്ലാഹു തീർത്തു പറഞ്ഞൊരു സംഭവമാണ് ഈ ആയത്ത്. ഭൂമിയെ നമുക്ക് കുഴൽക്കിണറടിക്കാം, ബോർവെല്ലടിക്കാം. ഭൂമിയെ ഇവിടുന്ന് തുരന്ന് അപ്പുറത്തേക്ക് എത്താൻ കഴിയോ? ഭൂമിക്ക് അടിയുണ്ടല്ലോ നമ്മളിപ്പോൾ മേൽഭാഗത്ത്, ഒരു പക്ഷേ നമ്മുടെ നേരെ താഴെ അമേരിക്കൻ സ്റ്റേറ്റുകളായിരിക്കാം നമ്മുടെ നേരെ താഴ്ഭാഗത്ത് വരുന്നത്. അവർക്കിപ്പോൾ നട്ടപ്പാതിരയാണ്, അവർക്ക് സുബഹി ആയി തുടങ്ങി, സുബഹി ആവാറായി, നമുക്കിപ്പോൾ രാത്രിയാവാനായി. നമ്മൾ ഇവിടുന്ന് ഭൂമിയുടെ ഒരറ്റത്തു നിന്നും ഒരു ഭാഗത്തു നിന്ന് നേരെ അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് തുരന്ന് കയറാൻ പറ്റുമോ? ഇംപോസിബിൾ. ഇല്ലാ ബിസുൽത്താൻ, അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടല്ല നിങ്ങൾക്ക് സാധ്യമല്ല. എന്തേ കാരണം എന്നറിയോ? ഭൂമിയിലേക്ക് ഏറ്റവും ആഴത്തിൽ നിന്ന് തുരന്നത് മാക്സിമം 12 കിലോമീറ്ററാണ്. അതിനുള്ളിലേക്ക് തുറക്കാൻ പറ്റിയിട്ടില്ല. ഭൂമിയിൽ നമുക്ക് വെർട്ടിക്കലായിട്ട് തുരക്കുന്നത്, ഹൊറിസോണ്ടൽ ഇങ്ങനെ നമുക്ക് നമ്മുടെ ടണലുകൾ ഉണ്ടാവാറുണ്ട്. കൊങ്കൺ റെയിൽവേയിലൊക്കെ പോയാൽ കാണാൻ പറ്റും. നമ്മൾ ഹൊറിസോണ്ടലി നമ്മൾ പോകാറുണ്ട്, ഹൊറിസോണ്ടൽ ടണലുകൾ. പക്ഷേ വെർട്ടിക്കലായിട്ട് മേലെ നിന്ന് താഴോട്ട് കുഴിക്കുന്ന കിണർ പോലത്തെ കുഴി 12 കിലോമീറ്ററിന് അത് ചെയ്തത് റഷ്യക്കാരാണ്. അതിനുശേഷം അമേരിക്കയിൽ ഒരു ഭാഗം നടന്നു. ഖത്തറിലെ ഒരു ഗ്യാസ് മൈൻ അതിനേക്കാളും ആഴത്തിൽ പോയിട്ടുണ്ട് അടുത്ത കാലം. പക്ഷേ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇത് തുരക്കാനുള്ള ബ്ലേഡുകൾ കരിഞ്ഞു പോവുകയാണ്, തുരക്കാൻ പറ്റണില്ല. 12 കിലോമീറ്റർ എത്തിയപ്പോഴേക്കും ഇരുമ്പ് പോരാ തുരക്കാൻ, പ്ലാറ്റിനം വേണം. പ്ലാറ്റിനവും കരിഞ്ഞിട്ട് അത് മെൽറ്റായി. അത്രയും കടുത്ത ചൂട് ഈ ഭൂമിക്കുള്ളിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. റഷ്യയിൽ നടന്ന ആ ഒരു പ്രദേശം, അതിപ്പോൾ മൂടി വെച്ചിരിക്കുകയാണ് ആ സ്ഥലം. അതിന് പേരുണ്ട്. ഇന്നത്തെ ചർച്ച ഇതൊന്നുമല്ലെന്ന് പറയാൻ വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാനതിൻ്റെ റെഫറൻസ് എടുത്തില്ല. അവരെ നിർത്തിവെക്കാൻ കാരണം പറഞ്ഞതുണ്ട്. അവരെ ശബ്ദവീചികൾ റേഡിയോ തരംഗങ്ങളായി ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളെ മേലെ ശാസ്ത്രകാരന്മാർ പഠിച്ചിരുന്നു. അതിന്നൊരു ടൂറിസ്റ്റ് ഏരിയയാണ്, ഡെഡ്ലി സോണാണ്, പോകാൻ പാടില്ല. പിക്ചറുകളൊക്കെ ഉണ്ട്, ഇരിക്കട്ടെ. പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ നിന്നും ആർത്തനാദങ്ങളും ആർപ്പ് വിളികളും കേൾക്കുന്ന പോലെ ശാസ്ത്രകാരന്മാർ അനുഭവിച്ചു. ആരൊക്കെയോ നിലവിളിക്കുന്ന കൂട്ടക്കരച്ചിലുകൾ ഭൂമിക്കുള്ളിൽ. അങ്ങനെ നിർത്തിവെച്ചതാണ്. സുബ്ഹാന. പിന്നെ തുറക്കാനുള്ള സാധനവും ഇല്ല. പ്ലാറ്റിനം പോലും കരിഞ്ഞു പോവുകയാണ്. പിന്നെ എന്തുകൊണ്ട് തുറക്കും? ഇരുമ്പ് മുറിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അതുപോലും മുറിക്കാൻ പറ്റാതെ, ഭൂമിയെ തുരക്കാൻ പറ്റാതെ 12 കിലോമീറ്ററിൽ മനുഷ്യൻ നിർത്തിവെച്ചു. അള്ളാഹു ചോദിക്കുകയാണ്, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, ഓ ജിൻകൈൻ ആൻഡ് മാൻകൈൻഡ്, മനുഷ്യരെ ജിന്നുകളെ, ഇനിസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്, ഇഫ് യു കുഡ് പെനെട്രേറ്റ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് ആൻഡ് ഹെവൻസ്, പ്രപഞ്ചത്തിലെ ഗോളങ്ങൾക്കും അതുപോലെ ഭൂമിക്കും തുരങ്കമിടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഒരു തുളയുണ്ടാക്കാൻ ഭൂമിയുടെ അപ്പുറത്തേക്ക് തുരന്നു കയറാൻ കഴിയുമെങ്കിൽ, ഫംഫുദു, നിങ്ങളൊന്ന് തുരന്നു നോക്കൂ. ലാ തംഫുദൂൻ, നിങ്ങളെ കൊണ്ടത് സാധ്യമല്ല. ഇല്ലാ ബിസുൽത്താൻ, അള്ളാഹുവിൻ്റെ സഹായം അല്ലാഹു നൽകിയില്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റൂല. മനുഷ്യനായിട്ട് ചെയ്യാൻ കഴിയില്ല. നിർത്തിവെച്ചു. അല്ലാഹു ചോദിക്കുകയാണ്,
ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹുവിൻ്റെ ഏത് ദൃഷ്ടാന്തമാണ് ജിന്നുകളെ മനുഷ്യരെ നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്? പിന്നെ ചോദിച്ചു, യഖ്റുജു മിൻഹുമൽ ലുഉലുഉ വൽ മർജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. കടലിൽ നിന്ന് മുത്തുകളുണ്ട് എന്ന് അല്ലാഹു ഇവിടെ പറഞ്ഞു. പിന്നെ പറഞ്ഞു അല്ലാഹു അദ്ബുൻ ഫുറാത്ത്, ഇവിടെ ശുദ്ധജലമുണ്ട്, ഉപ്പുജലമുണ്ട്. യഖ്റുജു മിൻഹുമ, രണ്ടിൽ നിന്നും മുത്തുകളുണ്ട്. മുമ്പൊക്കെ അറിയുന്നത് മുത്ത് കിട്ടുന്നത് കടലിൽ നിന്നാണെന്നാണ്. എന്നാൽ ബ്രസീലിലെ ഫ്രഷ് വാട്ടർ നദികളിൽ നിന്ന് മുത്തുകൾ കിട്ടിയിട്ടുണ്ട്. ഫ്രഷ് വാട്ടർ പേൾസ് ഉണ്ട്. പേൾസ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ പേളുകളുടെ ആധികാരിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്, പേൾസ് പാരഡൈസ്. ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ ചെറുപ്പക്കാർ ഇംഗ്ലീഷ് അറിയുന്നവരല്ലേ, ഒന്ന് വായിച്ചു നോക്കൂ. ഖുർആൻ പറഞ്ഞു കടലിൽ നിന്ന് മുത്ത് കിട്ടുന്ന പോലെ ശുദ്ധവെള്ളത്തിൽ മുത്തുകളുണ്ട്. കാലം വരെ അറിയില്ല എന്ന് ബ്രസീലിലെ പുഴ എങ്ങനെ അറേബ്യയിൽ കിടക്കുന്ന അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അറിഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ചോദിക്കാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചു പോയിരുന്ന ഒരു സമൂഹത്തോട് ഭൂമി ഉരുണ്ടതാണെന്ന് അള്ളാഹു പറഞ്ഞ ആയത്താണിത്. അങ്ങനെ ഭൂമി അറബികൾക്ക് അവർ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്നവരാണ്. ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞാൽ അവർ നബിതങ്ങളെ കളിയാക്കും. ഈ പരന്നത് ഉരുണ്ട്. നമുക്കിന്ന് സാറ്റലൈറ്റ് പിക്ചറുകളുണ്ട് ഭൂമിയുടെ, അല്ലേ? ഒന്നുമില്ല നമ്മുടെ GPS ഗ്ലോബൽ പൊസിഷനിങ് ഭൂമിയെ സംബന്ധിച്ച് ശരിക്കും ഉരുണ്ടതാണെന്ന് ശരിക്കും മനസ്സിലാവില്ലേ? GPS-ലെങ്കിലും ഒരു ഗൂഗിൾ എർത്ത് ഡൗൺലോഡ് ചെയ്താൽ മനസ്സിലാവില്ലേ? ഇല്ല, ഇപ്പോഴും മനസ്സിലാവാത്തവരുണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന്, അല്ലേ? ഉരുണ്ടതാണ്, പരന്നിട്ടല്ല. പരന്നതായിരുന്നെങ്കിൽ ഏതെങ്കിലും അടിച്ചു പോയ മനുഷ്യങ്ങൾ താഴെ വീണേനെ. ഇതങ്ങനെയല്ല. സീറൂഫിൽ അർദ്, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ഞാൻ ഒരുക്കി തന്നിരിക്കാൻ. അത് പരന്നതാണെന്ന് തോന്നും, പക്ഷേ അത് പരന്നതല്ല, ഉരുണ്ടതാണ്. എങ്ങനെ പറഞ്ഞു? റബ്ബുൽ മശ്രിഖൈൻ റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ. അല്ലാഹു രണ്ട് കിഴക്കിൻ്റെയും രണ്ട് ഉദയസ്ഥാനത്തിൻ്റെയും രണ്ട് അസ്തമയസ്ഥാനങ്ങളുടെയും ഉടമസ്ഥനാണ്. പിന്നെ പറഞ്ഞു അല്ലാഹു റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്, ഒരു പടിഞ്ഞാറിൻ്റെയും ഒരു അസ്തമയസ്ഥാനത്തിൻ്റെയും ഉടമസ്ഥൻ. പിന്നെ പറഞ്ഞു റബ്ബുൽ മശാരിഖി വ റബ്ബുൽ മഗാരിബ്, അള്ളാഹു ഒരുപാട് ഉദയസ്ഥാനങ്ങളുടെയും ഒരുപാട് അസ്തമയസ്ഥാനങ്ങളുടെയും ഉടമസ്ഥനാണ്. ഈ മൂന്ന് പരാമർശം ഖുർആനിലുണ്ട്. സുബ്ഹാനല്ലാഹ്. ഉരുണ്ടതിനെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഭൂമിയെ ഉരുണ്ടതായി കണക്കാക്കിയാൽ ഭൂമിയുടെ മധ്യത്തിൽ ഒരു സൈഡിൽ സൂര്യൻ അസ്തമിച്ചാൽ ഒരു കൂട്ടർക്ക് അസ്തമയമാണ്, അപ്പുറത്തുകാർക്ക് ഉദയമാണ്. ഇപ്പുറത്ത് സൂര്യൻ ഉദിച്ചാൽ ഒരു കൂട്ടർക്ക് ഉദിക്കുകയാണ്, ഒരു കൂട്ടർക്ക് അസ്തമിക്കുകയാണ്. ഭൂമിയെ പകുതി എടുത്താൽ രണ്ട് ഉദയം രണ്ട് അസ്തമയം. പരന്നതാണെങ്കിൽ ഒരു ഉദയം ഒരു അസ്തമയം, ഒരു പ്ലേറ്റ് പോലല്ലേ കാണുള്ളൂ. അതങ്ങ് സൂര്യൻ ഇവിടെ അസ്തമിച്ചാൽ അവിടെ അസ്തമിച്ചു, ഉദിച്ചാൽ ഉദിച്ചു. പക്ഷേ ഇത് ഉരുണ്ടതാണ്. അതിൻ്റെ മധ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഉദയം. ഒരു ഭാഗത്ത് അസ്തമിക്കുമ്പോൾ അടുത്ത ആൾക്ക് ഉദിക്കുകയാണ്. അങ്ങനെയല്ലേ? നമുക്ക് ഇരുട്ടാകുന്നു, അടുത്ത ആൾക്കാർക്ക് വെളിച്ചം വരികയാണ്. അതേ സൂര്യൻ, ഭൂമി അള്ളാഹു തിരിക്കല്ലേ? സൂര്യൻ അനുചിതമായി ഭൂമി അള്ളാഹു കറക്കുകയാണ്. ഓരോ സെക്കൻഡിലും ഉദയവും അസ്തമയവും നടക്കുന്നു. ആ ഓരോ സെക്കൻഡിലും ഓരോ നാട്ടുകാർക്ക് ഉദയവും അസ്തമയവും നടക്കുന്നു. റബ്ബുൽ മശാരിഖി വ റബ്ബുൽ മഗാരിബ്, അള്ളാഹു ഒരുപാട് ഉദയങ്ങളുടെയും ഒരുപാട് അസ്തമയ സ്ഥാനങ്ങളുടെയും ഉടമസ്ഥനാണ്. ഇത് ഉരുണ്ടാലല്ലാതെ നടക്കൂല. അത് അത്ഭുതം. ഉരുണ്ടതാകുമ്പോഴാണ് ഒരു കൂട്ടർക്ക് വെളിച്ചം പോകുമ്പോൾ അടുത്ത കൂട്ടർക്ക് വെളിച്ചം കിട്ടിത്തുടങ്ങുകയാണ്. ഓരോ സെക്കൻഡിലും ഭൂമിയിൽ ഉദയവും അസ്തമയവും നടന്നുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ നമുക്കത് കാണുന്നില്ലല്ലോ. നമ്മളിവിടെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഉദയല്ലേ കാണുന്നുള്ളൂ. അതന്നെ റബ്ബുൽ മശ്രിഖി വ റബ്ബുൽ മഗ്രിബ്. അല്ലാഹു മശ്രിഖ്, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹു ഒരു ഉദയസ്ഥാനത്തിൻ്റെയും ഒരു അസ്തമയസ്ഥാനത്തിൻ്റെയും ഉടമസ്ഥനാണ്. നിങ്ങൾ യാത്ര ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നേ കാണാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ ഭൂമിയുടെ യാത്രയെ നിങ്ങൾക്ക് പുറത്തുനിന്ന് വീക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നേ അനുഭവിക്കാൻ കഴിയൂ. ഭൂമി ഉരുണ്ടതാണെന്നറിയാൻ ഇവിടെ രണ്ടെണ്ണമുണ്ട്. ഭൂമി ഉരുണ്ടതാണെന്ന് ഒന്നുകൂടി മനസ്സിലാക്കാൻ എല്ലാ സ്ഥാനങ്ങളിലും മനുഷ്യരെ അള്ളാഹു വിന്യസിച്ചിട്ടുണ്ട്. ജീവജാലങ്ങളുണ്ട്. അവിടെയൊക്കെ ഉദയവും അസ്തമയവും നടക്കാൻ. നമുക്ക് അസ്തമിച്ചു. പൽഫുർഖാനിൻ്റെ ഈ മുറ്റത്ത് ഇരുള് വീഴുമ്പോൾ തൊട്ടടുത്ത നാട്ടുകാർക്ക് സൂര്യ ഉദയം നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലേ? നമുക്കിപ്പോൾ ഇവിടെ അസ്തമിച്ചു, ഗൾഫിൽ ഇപ്പോൾ അസ്തമിച്ചു. അവിടെ അസർവാങ്ക് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ അസർവാങ്ക് കൊടുത്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ.
അല്ലേ? ഗൾഫൊക്കെ വിളിച്ചു നോക്കുമ്പോൾ അറിയാലോ, അവിടെ സൂര്യാസ്തമിച്ചോ? ഇല്ല, ഇവിടെ എപ്പോഴും വെയിലാണ്. നിങ്ങൾ നോമ്പ് തുറന്നോ? നമ്മൾ നോമ്പ് തുറന്നിട്ടില്ല, ഇനി 2 മണിക്കൂറുണ്ട് പറയാറില്ലേ? ഭൂമി ഇരുണ്ടതാണെന്നതിൻ്റെ വലിയ തെളിവ് ഇപ്പം തന്നെ മതിയല്ലോ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ഇതൊക്കെ എത്ര മനോഹരമായിട്ടാണ് വെച്ചത്. മനുഷ്യനെ അല്ലാഹു തആല സ്പേമിൽ നിന്ന് പടച്ചു, അല്ലേ? മനുഷ്യനെ നുത്ഫയിൽ നിന്ന് പടച്ചു. പിന്നെ പറഞ്ഞു മനുഷ്യനെ അല്ലാഹു കളിമണ്ണിൽ നിന്ന് പടച്ചു. പിന്നെ പറഞ്ഞു മിൻ സുലാലത്തിൻ മിൻ ത്വീൻ, കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് പടച്ചു. പിന്നെ പറഞ്ഞു അല്ലാഹു മിൻ സ്വൽസ്വാലിൻ കൽ ഫഖാർ, ഫ്രം ദ ക്ലേ ഓഫ് പോട്ടറി, മനുഷ്യനെ ഉണങ്ങിയ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് പടച്ചു. അപ്പോൾ മണ്ണിൽ നിന്ന് പടച്ചു. പിന്നെ പറഞ്ഞു വെള്ളത്തിൽ നിന്ന് പടച്ചു. പിന്നെ പറഞ്ഞു ചെളിമണ്ണിൽ നിന്ന്. പിന്നെ പറഞ്ഞു ഉറച്ച കളിമണ്ണിൽ നിന്ന്. ഇതൊക്കെ അല്ലാഹു മനുഷ്യനിൽ സൃഷ്ടിച്ചതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയാ, അല്ലാഹു വെള്ളത്തിൽ നിന്ന് പടച്ചു, മിൻമാ, സ്പേമിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പിന്നെ അല്ലാഹു തആല നിങ്ങളെ ത്വീൻ, കളിമണ്ണിൽ നിന്ന്, ചെളിയിൽ നിന്ന്. ത്വീൻ എന്ന് പറഞ്ഞാൽ മണ്ണും വെള്ളവും കൂടുമ്പോഴാ ത്വീൻ എന്ന് പറയാ. അത് കഴിഞ്ഞാൽ പിന്നെ മിൻ സ്വൽസ്വാലിൻ കൽ ഫഖാർ. സ്വൽസാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രങ്ങൾ ഉണ്ടാക്കില്ലേ കളിമണ്ണ് കൊണ്ട്, ആ പാത്രങ്ങൾക്ക് സ്വൽസാൽ എന്ന് പറയാ. ഫഖാർ, മുട്ടിയാൽ ശബ്ദമുണ്ടാവുന്ന കളിമണ്ണിൻ്റെ കട്ടയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആദ്യം വെള്ളം, പിന്നെ വെള്ളവും മണ്ണും ചേർന്നത്, പിന്നെ ആ മണ്ണ് ഉണങ്ങിയത്. മനുഷ്യനെ പടച്ചത് ഇങ്ങനെയാണെന്ന് വിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിലായി പറഞ്ഞത്. ഇതിൻ്റെ ഒരു അത്ഭുതം എന്താ വെച്ചാൽ, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ റിവേഴ്സാണ് കാര്യം നടക്കുന്നത്. ഒരാൾ മരിച്ചു, ഒരു മയ്യത്തായി ഇത് വിചാരിക്കുക, ഒരാളുടെ റൂഹ നഷ്ടപ്പെടുന്നു. അള്ളാഹു നമുക്ക് സ്വാലിഹീങ്ങൾക്ക് നൽകുന്ന മരണം നൽകട്ടെ, കലിമ ചൊല്ലാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഒരു മനുഷ്യൻ മരിച്ചാൽ നമ്മൾ എന്താ പറയുക? തുറന്ന കണ്ണാണെങ്കിൽ പൂട്ടി വെച്ചു കൊടുക്കണം, കൈ മടക്കി വയ്ക്കുക, കായ് നിർത്തി വെച്ചിരിക്കണം, കാല് നിർത്തി വെച്ചു കൊടുക്കണം. എന്തേ? കുറച്ച് കഴിഞ്ഞാൽ കയ്യും കാലൊക്കെ ഉറക്കും, പിന്നെ നിർത്താൻ പറ്റില്ല. അങ്ങനെയല്ലേ പറയലേ? മനുഷ്യൻ മരിക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ സ്വൽസ്വാലിൻ കൽ ഫഖാർ, കളിമണ്ണ്, ഉറച്ചുപോയ കളിമണ്ണ് പോലെ. പിന്നെ കുറച്ച് കഴിഞ്ഞങ്ങ് മയ്യത്തിനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചു, അല്ലെങ്കിൽ പുറത്ത് വെച്ചു എന്ന് സങ്കല്പിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഈ ശരീരം ഒന്ന് അഴുകും, ലൂസാവും. അതാണ് ത്വീൻ, മണ്ണും ചെളിയും കൂടിയ പോലെ. അത് കഴിഞ്ഞാൽ പിന്നെ മണ്ണായി, മിൻ തുറാബ്, മണ്ണായി മനുഷ്യൻ മാറാണ്. അള്ളാഹു പറഞ്ഞു മനുഷ്യനെ മണ്ണിൽ നിന്ന്, ചെളിയിൽ നിന്ന്, കളിമണ്ണിൻ്റെ ഉറച്ച സത്തയിൽ നിന്ന്. ആ സൃഷ്ടിപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മരിച്ചാൽ സംഭവിക്കുന്നത്. ആദ്യം ഉറക്കും, പിന്നെ അളിയും, പിന്നെ അത് മണ്ണായിട്ട് മാറും. ഈ രീതിയിൽ നമുക്ക് ബോധ്യപ്പെടുന്ന വിധം അള്ളാഹു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറഞ്ഞു തന്നു. നമ്മുടെ ശരീരത്തിൽ കാണുന്ന ലവണങ്ങൾ, നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ഏതെല്ലാം ഘടകങ്ങളുണ്ടോ, എലമെൻറ്റ്സ്, ദേ ആർ മോർ ഓർ ലെസ് ഫൗണ്ട് ഇൻ ദ സോയിൽ. നമ്മുടെ മണ്ണിൽ മനുഷ്യ ശരീരം കൊണ്ടുപോയി വെച്ചാൽ മണ്ണിലേക്ക് മനുഷ്യ ശരീരം പെട്ടെന്ന് ചേർന്ന് കളയും, മണ്ണായി പോകും. എന്തേ കാരണം എന്നറിയും? മണ്ണിലുള്ള അതേ സാധനങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. നമ്മൾ മണ്ണായതുകൊണ്ടല്ല. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പടച്ചത് കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാളൊരു തമാശക്കൊരു ചോദ്യം ചോദിച്ചത്. അല്ല ഇമാമേ, ശൈത്താന്മാർ നരകത്തേക്കല്ലേ പോണത്? ആ നരകത്തിലേക്കാണ്. അപ്പോൾ അവരെ അള്ളാഹു നരകം കൊണ്ടല്ലേ പടച്ചത്, തീ കൊണ്ട്. തീനെ കൊണ്ടുപോയി തീയിലിട്ടാൽ പിന്നെ എന്താ അവർക്ക് വേദന ഉണ്ടാവോ എന്ന് ചോദിച്ചപ്പോഴാണ് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു അടി കൊടുത്തുന്ന. എന്ത് ഇമാമ, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ പോലെ എന്തിനെ അടിച്ചത്? ഈ അടിയാണ് നിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു. അതെങ്ങനെ? നീ ഇറച്ചിയല്ലേ? ആ, ഞാനും ഇറച്ചിയാണ്. ഈ ഇറച്ചി കൊണ്ട് ഇറച്ചി അടിച്ചപ്പോൾ വേദനയായോ എന്ന് ചോദിച്ചു. ആ, അതന്നെ. സുബ്ഹാന വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. വേറൊരു ആലിം ഒരു കട്ട കൊണ്ട്, മൺകട്ട കൊണ്ട് എറിഞ്ഞു എന്നാ. അപ്പോൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ എറിയണത്? നിന്നെ മണ്ണ് കൊണ്ട് പടച്ചതല്ലേ, മണ്ണിൻ്റെ ഒരു കട്ട നിൻ്റെ ദേഹത്തിട്ടപ്പോൾ നിനക്ക് വേദനിച്ചല്ലേ? എന്നാൽ പിന്നെ ഇബ്ലീസിനെ തീ കൊണ്ട് വേദനിപ്പിച്ചാൽ അവന് വേദനിക്കും. പിന്നെ അള്ളാഹു അവനുദ്ദേശിക്കും നടപ്പാക്കാൻ കഴിവുള്ളവനാണ്. നമ്മളതൊന്നും തലപുണ്ണാവേണ്ട ഒരു കാര്യമില്ല. പക്ഷെ മനുഷ്യനിങ്ങനെ കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ വചനം കാലാകാലങ്ങളിൽ ഉത്തരം നൽകിക്കൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ നമ്മോട് പഠിക്കാൻ പറഞ്ഞത് സ്പേസ് സയൻസാണ്, ആകാശ ലോകങ്ങളെക്കുറിച്ച് പഠിക്കാൻ. മേലോട്ട് നോക്കിയാൽ, താഴോട്ട് നോക്കിയാൽ, ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കിയാൽ അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയും, സർവശക്തനായ റബ്ബിനെ. ഇതെല്ലാം പടച്ച അള്ളാഹു നമ്മുടെ ഈ 2 കൊച്ചു കണ്ണുകൾക്ക് മുമ്പിൽ അവതരിക്കണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കുന്നത് അള്ളാഹുവിനോട് കാണിക്കുന്ന എത്ര വലിയ നന്ദികേടാണ്. ഈ ലോകമൊക്കെ പടച്ച തമ്പുരാൻ, എൻ്റെ ഈ ചെറിയ ഐബോളിൻ്റെ മുമ്പിലേക്ക് അല്ല വരണം, എനിക്കെൻ്റെ കണ്ണുകൊണ്ട് കാണണം. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് ലൻ തറാനി, മൂസ നബിയെ, യു വിൽ നെവർ ഏബിൾ ടു കൺസീവ് മീ, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല മൂസ നബിയെ. ഈ ലോകത്ത്, പരലോകത്ത് വെച്ച് കാണും. അമ്പിയാക്കന്മാരും മുഅ്മിനീങ്ങളും അള്ളാഹു ആ ലദ്ദത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണണമെന്ന
ഷടിച്ചു. പക്ഷെ അല്ലാഹു തആല ലൻ തറാനി, കാണാൻ കഴിയില്ല മുസനബിയെ. അല്ലാഹു കണ്ണുകളെ പടച്ചവനാണ്, കണ്ണുകളെ കീഴ്പ്പെടുത്തുന്നവനാണ്. ലാ തുദ്രികുഹുൽ അബ്സ്വാർ വഹുവ യുദ്രികുൽ അബ്സ്വാർ വഹുവൽ ലതീഫുൽ ഖബീർ. അല്ലാഹു തആല കണ്ണുകളെ സൃഷ്ടിച്ചവനാണ്. ഈ കണ്ണുകളുടെ അത്ഭുതം ചെറുതാണോ? കാതുകളുടെ അത്ഭുതം ചെറുതാണോ? ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു, നിമിഷാർദ്ധത്തിനുള്ളിൽ, നിമിഷാർദ്ധമൊന്നും പോരാ, മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ തലച്ചോറിലെത്തിയതിൻ്റെ ആശയം ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ അത് മനസ്സിലാക്കുന്നു, നമ്മൾ പ്രതികരിക്കുന്നു. എത്ര ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. ഇതൊക്കെ മാംസം കൊണ്ടല്ലേ അല്ലാഹു ചെയ്തത്. ക്യാമറ ലെൻസോ നമ്മുടെ മൊബൈലിൻ്റെ ലെൻസോ കാണുമ്പോൾ എത്ര മെഗാ പിക്സലാന്ന് ചോദിക്കും. നമ്മുടെ കണ്ണ് എത്ര മെഗാ പിക്സലാന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു ഇത് തോലുകൊണ്ടാണ് പടച്ചത്, ഇറച്ചുകൊണ്ട്, ഗ്ലാസ് കൊണ്ടല്ല. അള്ളാഹുവിൻ്റെ ഈ സംവിധാനത്തെ നമ്മളാണോ നമ്മളെ പടച്ചത്? നമ്മളെ ഉമ്മയും വാപ്പയാണോ നമ്മൾ പടച്ചത്? അല്ലല്ലോ. അവർ ജന്മത്തിന് കാരണക്കാരാണ്. നമുക്ക് കണ്ണ് നൽകിയത് അവരാണോ? അല്ല. നമ്മുടെ ഹാർട്ടും നമ്മുടെ ഡിസൈനും നമ്മുടെ ചേലും കോലും നമ്മളാണോ ഡിസൈൻ ചെയ്തത്? അല്ല, അള്ളാഹുവാണ്. നമ്മളാണോ എന്ന എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വേണ്ടത് 1/1/2021 ആയാൽ മതി എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഫാൻസി നമ്പറൊന്നും കിട്ടൂലല്ലോ. ജനിച്ച് വീഴുമ്പോൾ ജനിക്കാൻ തന്നെ. ഇനി പോകുന്നതും ആരാ തീരുമാനിക്കുന്നത്? നമ്മളാണോ? അല്ല, അള്ളാഹു തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ പോകും. അവൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ വന്നു. അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്നി ഖുശി സെ ആയേ ന അപ്നി ഖുശി ചലേ, ആയേ റിയാസെ ദഹർ മേ ഹം ക്യാ ഗയേ, അപ്നി ഖുശി സെ ആയേ ന അപ്നി ഖുശി ചലേ. നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല വന്നത്, നമ്മൾ ഇഷ്ടപ്പെടുമ്പോഴല്ല പോകുന്നത്. ഈ സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹുവിനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അള്ളാഹു പടച്ചവനാണ്, അവനാണ് സൃഷ്ടിച്ചത്. നമുക്കൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ചിലപ്പോഴും ചിന്തിക്കും, പിന്നെ നമ്മൾ സൃഷ്ടിക്കാൻ കഴിയില്ല, നശിപ്പിക്കാൻ കഴിയോ? നശിപ്പിക്കാനും കഴിയില്ല. നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് നോ ഡിസ്ട്രോയിഡ്. നമുക്കൊന്നും ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല ഭൂമിയിൽ. ഇപ്പോൾ പറയുമല്ലോ, സിസർ വലിച്ച് കത്തിച്ച് ഒഴിവാക്കുന്നുണ്ടല്ലോ, അത് ഒഴിവായിട്ടില്ല, അത് ചാരമായി മാറിയിട്ടുണ്ട്. അപ്പോൾ പെട്രോളോ, അത് ഭൂമിയിൽ ഗ്യാസായിട്ട് കാർബണായിട്ട് അന്തരീക്ഷത്തിൽ കിടക്കുക, അത് ഒഴിവായിട്ടില്ല. ഏതൊരു സാധനവും നമ്മൾ ഇടിച്ചു തകർത്താൽ അത് മറ്റൊന്നായി മാറുക എന്നല്ല. ഭക്ഷണം കഴിച്ചു, അത് വിസർജ്യമായി മാറിയിട്ടുണ്ട്. ആ വിസർജ്യം ഒരുപക്ഷെ ഗ്യാസായിട്ട് മാറിയേക്കാം, എയറിലുണ്ടായിരിക്കാം. പക്ഷെ ഇല്ലായ്മ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമുക്കൊന്നും ഈ ലോകത്ത് ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. മരിച്ച മയ്യത്തോ ഖബറിൽ കാണുന്നില്ല എന്ന് വിചാരിക്കുക, ആ മയ്യത്തിൻ്റെ ശരീരാംശങ്ങൾ മണ്ണിലേക്ക് ചേർന്ന് കിടന്നിട്ടുണ്ട്. നമുക്കത് പെറുക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം, അതതിൻ്റെ അകത്തുണ്ട്, കാണില്ല എന്ന് മാത്രം. സുബ്ഹാനല്ലാഹ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ സഹായം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ബക്കറ്റ് പിരിവ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കഴിവിൻ്റെ പരമാവധി സഹായിക്കണേ. ഇൻഷാ അല്ലാഹ്. പെട്ടെന്നായിക്കോട്ടെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനല്ലാതെ ലില്ലാഹിൽ ഖൽഖ്, അള്ളാഹുവിനാണ് സൃഷ്ടിപ്പ്. അതുകൊണ്ട് അള്ളാഹു ചോദിച്ചത്, അള്ളാഹുവേതര സൃഷ്ടാവിനെ, അള്ളാഹുവേതര ദൈവങ്ങളെ നിങ്ങൾ വെച്ച് പൂജിക്കുന്നുവെങ്കിൽ ലൻ യഖ്ലുഖൂ ദുബാബാ, അവർക്കൊരു ഈച്ചയെ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. ഇതൊരു സയൻസിൻ്റെ മുമ്പിലുള്ള വലിയൊരു ചാലഞ്ചാണ്. സയൻറ്റിസ്റ്റുകൾ പറയട്ടെ, നമുക്ക് ഇല്ലായ്മയിൽ നിന്ന് ഒരു ഈച്ചയെ ഉണ്ടാക്കാൻ പറ്റുന്നു? ഖുർആൻ ചോദിച്ചു, ദുബാബൻ, ഒരു ഈച്ചയെ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ക്ലോൺ ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ DNA വേണം. DNA ഉണ്ടാക്കിയത് ആരാ? അള്ളാഹുവാണ്. DNA ഇല്ലാതെ നിങ്ങളൊന്ന് ഉണ്ടാക്കിക്കട്ടെ. DNA അള്ളാഹു ഉണ്ടാക്കിയതല്ലേ. ഒരു ജീവിയുടെ DNA കിട്ടിയാൽ വികസിപ്പിച്ച് ക്ലോൺ ചെയ്തെടുക്കാൻ പറ്റിയേക്കാം. നമ്മൾ ഡോളി എന്ന് പറയുന്ന ആട്ടിൻകുട്ടിയെ ഉണ്ടാക്കിയ പോലെ. പക്ഷെ അതിന് ബീജം പോലെ, ഒരു ജന്മത്തിൻ്റെ ഒരു കാരണമുള്ള പോലെ DNA അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത റബ്ബിൻ്റെ ഡിജിറ്റൽ പ്രോഗ്രാമിംഗ് മനുഷ്യ ശരീരത്തിൽ. ഒരു ഉപ്പയുടെ ശുക്ലത്തിൻ്റെ ഒരു കോശത്തിൽ നിന്നാണ് ഒരു കുഞ്ഞുണ്ടാകുന്നതെന്നറിയും. ഒരൊറ്റ കോശം, കോടിക്കണക്കിന് മില്യൺ കണക്കിന് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ബീജം ഒരു സ്രവത്തിലുണ്ടെങ്കിൽ അതിൽ ഒന്നാണ് ഒരു കുഞ്ഞായി മാറുന്നത്. ബാക്കി മില്യൺ കണക്കിന് കോശങ്ങൾ ഉമ്മയുടെ ഗർഭാശയത്തിൻ്റെ പരിധിയിൽ വെച്ച് നശിച്ചു പോവാൻ. ആ ഒരൊറ്റ കോശം, ഒരേ ഒന്ന്, അതിനുള്ളിൽ ആ പിതാവിൻ്റെ ശരീരത്തിൻ്റെ നിറമുണ്ട്. ആ ഒന്നിൽ പിതാവിൻ്റെ മൂക്കിൻ്റെ നീളമുണ്ട്, പിതാവിൻ്റെ പുരികമുണ്ട്, പിതാവിൻ്റെ മുടിയുണ്ട്. ആ ഒന്നിൽ പിതാവിൻ്റെ ഹൈറ്റുണ്ട്, പിതാവിൻ്റെ തടിവണ്ണമുണ്ട്. ആ ഒന്നിൽ പിതാവ് കൊണ്ടു നടന്ന ക്രോണിക് രോഗാണുക്കളുടെ അംശങ്ങൾ ഉണ്ടാകാം. ആ ഒന്നിൽ പിതാവിൻ്റെ ചിരി പോലുമുണ്ട്. ഒരൊറ്റ കോശം, കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല ഒരു കോശം. ഇത് സംവിധാനിച്ചവനാണ് അള്ളാഹു. എന്നിട്ട് പറയാം ഇവിടെ ദൈവമല്ല. പിന്നെ ആരതൊക്കെ ഉണ്ടാക്കിയത് എന്ന ചോദ്യം. ഇത് പൊട്ടിമുളക്കോ? ഇത് പഠിപ്പിക്കാനാ പ്രവാചകന്മാർ
അള്ളാഹു പറഞ്ഞയച്ചു. ഹിന്ദു വിശ്വാസങ്ങളിൽ അവതാരങ്ങളെ പറഞ്ഞയച്ചത് ഇതിനാണ്. ദൈവമുണ്ട് എന്ന് പറയാൻ സർവേശ്വരനായ ഒരുത്തനെ ഒരു രാജ്യത്തിന് ഒരു പ്രസിഡന്റേ പറ്റൂ, ഒരു രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രിയെ പറ്റൂ. 2, 3, 1 ദൈവങ്ങളുടെ സങ്കല്പങ്ങൾ ശരിയല്ല എന്ന് ഖുർആൻ പറയുന്നത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാവുന്ന വിധത്തിലാണ്. ആ സർവശക്തനെ നിങ്ങൾ അറിയുകയും വണങ്ങുകയും അനുസരിക്കുകയും ചെയ്ത് അവനാണ് ജന്മം തന്നത്, അവനാണ് ജീവൻ തന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം അവൻ പറയുന്ന പോലെ ജീവിക്കുക. അങ്ങനെയല്ലേ നമ്മുടെ വണ്ടിക്കൊരു നമ്പർ പ്ലേറ്റും ലൈസൻസും തന്ന് നമ്മൾ റോട്ടിലേക്ക് RTO വിടുമ്പോൾ അവർ പറയുന്ന നിയമങ്ങൾ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അള്ളാഹു നമ്മെ പടച്ചു വിടുന്നു. നമ്മുടെ ബൈലോ, നമ്മുടെ ജീവിക്കാനുള്ള കർമ്മരേഖ വിശുദ്ധ വചനമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ. പ്രവാചകന്മാരിൽ ഈസാ നബി അലൈഹിസ്സലാം, യേശുക്രിസ്തു, നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബി എന്ന് നമ്മൾ പറയുന്ന പ്രവാചകനായ അന്ത്യപ്രവാചകന്റെ തൊട്ടുമുമ്പ് കഴിഞ്ഞു പോയ അത്ഭുതകരമായ ജന്മം സംഭവിച്ച ഈസാ നബി അലൈഹിസ്സലാം, ഒരു പിതാവില്ലാതെ ജനിച്ച ഈസാ നബി അലൈഹിസ്സലാം, മഹാനായ പ്രവാചകൻ ഈസാ നബിയുടെ മുമ്പ് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവർക്ക് മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാം, നോഹ പ്രവാചകൻ, ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് അന്തിമ റസൂല് വരെയുള്ള പ്രവാചക ശൃംഖലയിൽ ഇവരൊക്കെ വന്നത് മനുഷ്യരോട് എങ്ങനെ ജീവിക്കണമെന്ന് പറയാനാണ്. അത് അല്ലാഹുവിൻ്റെ വചനം. ബൈബിളിൻ്റെ മുമ്പ് ഓൾഡ് ടെസ്റ്റമെൻ്റ് പഴയ നിയമമാണെങ്കിൽ, ഓൾഡ് ടെസ്റ്റമെൻ്റ് ആണെങ്കിൽ, ബൈബിൾ ന്യൂ ടെസ്റ്റമെൻ്റ് ആണെങ്കിൽ, വിശുദ്ധ ഖുർആൻ ഈസ് ദ ഫൈനൽ ടെസ്റ്റമെൻ്റ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ വചനം സർവശക്തൻ്റെ വാക്കുകളാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആരാണ് ദൈവം? ഹു ഈസ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു അനിമേഷനല്ല, ഒരു ചെറിയൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. ഓസ്ട്രേലിയക്കാരനൊരു ചെറുപ്പക്കാരൻ തയ്യാറാക്കിയത്. ഹു ഈസ് ഗോഡ് ഇനി ടൈപ്പ് ചെയ്താൽ മതി. 6, 7, 10 മിനിറ്റിന് താഴെ ഉണ്ടാവുള്ളൂ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നിരീശ്വരവാദം തലയിൽ കയറിയവരൊക്കെ ഒന്ന് നോക്കിയാൽ എന്താണ് ഈ ദൈവസങ്കല്പം എന്ന് മനസ്സിലാവും. ഹു ഈസ് ഗോഡ്? ആരാണ് പടച്ച തമ്പുരാൻ? ആരാണ് ദൈവം? ഖുൽ ഹുവല്ലാഹു അഹദ്. അവൻ ഏകനാണ്, ഏകൻ, ഒരേ ഒരുത്തൻ, രണ്ടാളില്ല. അവൻ്റെ ഏകത്വം സർവമാന ഏകത്വം, അവൻ്റെ കഴിവുകളുള്ള മറ്റൊരാളില്ല. അത് വിശ്വസിക്കുമ്പോഴേ നമ്മൾ ശിർക്കെന്ന് പറയാം. അല്ലാഹു സ്വമദ്, സെൽഫ് ഇറ്റേണൽ, എല്ലാറ്റിനും കഴിവുള്ളവൻ, എല്ലാവരും അവനെ ആശ്രയിക്കുന്നവൻ, അവന് മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല. അവൻ സ്വമദാണ്. ലം യലിദ് വലം യൂലദ്, ഹി ബിഗറ്റ്സ് നോട്ട് നോർ വാസ് ഹി ബിഗോട്ടൻ. അവൻ ആർക്കും ജനിച്ചവനല്ല, അവന് മക്കളായി ആരും ജനിച്ചിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് സമാനതയുള്ള ഒന്നുമേ ആരുമേ ലോകത്തില്ല തന്നെ. ആ സർവാത്മനായ ഏകത്വമുള്ളവൻ, ഒരേ ഒരുത്തനായ സൃഷ്ടാവ്. നമ്മളൊക്കെ കുറച്ച് സമയത്തേക്ക് വന്നതാ. വാടക വീട് ഒഴിവാക്കി കൊടുക്കണ പോലെ ഈ ഭൂമി ഒഴിവാക്കി കൊടുക്കണം. ഈ രാജ്യം പിടിച്ചടക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണം ബാക്കിയുള്ളവരെ കൊടുന്ന് പൊയ്ക്കോളി എന്ന് പറയുന്നോരോ 60, 70 കഴിഞ്ഞാൽ ഇവിടുന്ന് പോകും. അവരാരും ഇവിടെ ലോകാന്ത്യം വരെ നിൽക്കാൻ പോകുന്നത് ഒക്കെ പോകേണ്ടവർ. 60, 70 വയസ്സ് മാക്സിമം, അപ്പോഴേക്കും പോയി കളയും. അതിനിടയിലുള്ള കുൽമാല നമ്മളീ കാണുന്നത്. ഇത് ഞങ്ങൾക്ക് മതി, നിങ്ങൾ പോയിക്കോ, ഇവിടെ വേറെ ആരും വേണ്ട എന്നൊക്കെ പറയുന്ന ഈ മനുഷ്യൻ്റെ ധാർഷ്ട്യം. നമ്മളൊക്കെ പോയാൽ അവർ കാലാകാലം ജീവിക്കുക, നമുക്ക് പോയി കൊടുക്കായിരുന്നു, അവരെങ്കിലും ആസ്വദിക്കട്ടെ. അതില്ലല്ലോ. 60, 70 വയസ്സായ അവരും മരിച്ചു. ഈ കുറഞ്ഞ ജീവിതത്തിനിടയിൽ കർമ്മം കൊണ്ട് നിങ്ങൾക്ക് എന്ത് നന്മ ചെയ്യാൻ കഴിയും? ലിനബലുവക്കും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹു നോക്കുന്നത് അതാണ്. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത്? അതിന് നമ്മുടെ മുമ്പിലുള്ള തെളിവ് വിശുദ്ധ ഖുർആൻ. ഈ പാരായണം ചെയ്യപ്പെടുന്ന ആശയങ്ങളുടെ വൈപുല്യമുള്ള, ആശയങ്ങൾ പരന്നു കിടക്കുന്ന അള്ളാഹുവിൻ്റെ വചനം, ഹബീബായ നിബിതങ്ങളും സുഹാബിമാരും അത് ഓതുമ്പോൾ കരഞ്ഞുപോയിരുന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ കൂടെ ഇവിടെ പരിസരത്ത് എവിടെയാണ് വേള്, അപ്പോൾ ഒന്നുകൂടെ ഒക്കെ നല്ലൊരു സൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷയം അവിടെ പറയാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് വെച്ചതൊന്ന് മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മോശമായത് കൊണ്ടല്ല, എനിക്കൊരു വേള് പറയാൻ കുറച്ചും കൂടെ ഒന്നും കൂടെ സൗണ്ട് കൂടുതൽ കിട്ടിയെങ്കിൽ എൻ്റെ സൗണ്ടിനെ പറ്റുള്ളൂ. അതുകൊണ്ടാണ്, വിഷമൊന്നും വിചാരിക്കേണ്ട. മൈക്ക് ഓപ്പറേറ്റർമാരൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, അവരുടെ കുഴപ്പമല്ല. നമ്മളെന്ത് ചെയ്യുക, എൻ്റെ കുഴപ്പം, എൻ്റെ സൗണ്ട് അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ ആ വിഷയം നാളെ പറയുന്നുണ്ട്. ഇവിടെ പരിസരത്ത് എവിടെയാണ് നമ്മളെ യൂനിസ് കുഞ്ഞല്ല ഇബ്രാഹിം കുഞ്ഞമ്പല്ലേൻ്റെ വെളിയത്തോ എന്താ പറയുക, വെളിയത്ത് നാട്. അപ്പോൾ ഇവിടെ പറയാൻ വിചാരിച്ചത് ഇൻഷാ അല്ലാഹ് അവിടെ കുറച്ചും കൂടെ 2 മണിക്കൂർ സമയം കിട്ടുമെന്ന് വിചാരിക്കും നാളെ രാത്രി ഇൻഷാ അല്ലാഹ്. അപ്പോൾ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.
അത്രയും മനോഹരമായി ഖുർആനിൻ്റെ ആശയങ്ങളോട് സംവദിച്ചിരുന്നു സ്വഹാബികളും നിബിതങ്ങളും എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് ഓരോ ആയത്തുകളുടെയും ആശയങ്ങൾ അത്രയും അർത്ഥഗർഭമാണ്. നമ്മൾ ആലോചിച്ചാൽ തലകറങ്ങി വീണുപോകും. ഉമർ റളിയല്ലാഹു അൻഹു ഒരറ്റായത്ത് വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ എന്ന ഒരൊറ്റ ആയത്ത് കേട്ടിട്ട് 1 മാസം രോഗിയായി കിടന്നിട്ടുണ്ടെന്നാണ്. എണീക്കാൻ പറ്റിയിട്ടില്ല. ഒരായത്തിൻ്റെ ആശയം എന്താണ് ആശയം, നമ്മളത് വ്യക്തമായി മനസ്സിലായാൽ ബോധ്യപ്പെടും ഉമർ തങ്ങൾ എന്തിനാ ബോധം കെട്ട് വീണത്. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട്, ഇബ്നു മസ്ഊദേ ഇഖ്റ അലയ്യൽ ഖുർആൻ, എനിക്ക് നിങ്ങൾ ഖുർആൻ ഓതി തരൂ. ഇബ്നു മസ്ഊദ് തങ്ങൾ, നബിയേ അലൈക അത്ലു അലൈക ഉൻസില, അങ്ങേക്ക് ഞാൻ ഓതിത്തരികയോ, ഖുർആൻ അല്ലാഹു അങ്ങേക്കല്ലേ ഇറക്കി തന്നത്. തങ്ങൾ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, വേറെ ഒരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. നോക്കണം, ഖുർആൻ കേൾക്കുന്നത് ഇബാദത്താണ്, ഓതുന്നത് ഇബാദത്താണ്, ചിന്തിക്കുന്നത് ഇബാദത്താണ്. തഫക്കുർ സഅത്തിൻ ഖൈറും മിൻ അൽഫി റക്അ, 1 മണിക്കൂർ നേരം ഖുർആനിൻ്റെ ആശയങ്ങളെ ചിന്തിക്കുന്നത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനോളം പുണ്യമാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1 മണിക്കൂർ നേരം നമ്മൾ ഈ നേരം ഇരുന്നത് അല്ലാഹു അങ്ങനെ ഒരു ഇബാദത്തായി അല്ലാഹു സ്വീകരിച്ചു തരട്ടെ. 1 മണിക്കൂർ നേരം അല്ലാഹുവിൻ്റെ വചനത്തിൻ്റെ അത്ഭുതങ്ങളെ മാത്രം ചിന്തിക്കുന്നത് ഖൈറും മിൻ അൽഫി റക്അ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതി തുടങ്ങി സൂറത്തുൻ നിസാഇൽ, ഹത്താ ഇദാ വസൽത്, ഞാൻ അല്ലാഹുവിൻ്റെ വചനങ്ങളിൽ ഈ ആയത്തിലേക്ക് എത്തിയപ്പോൾ, ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. നബിയേ, കൈഫ ബിക ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, എല്ലാ സമുദായങ്ങളിൽ നിന്നും ആ സമുദായങ്ങൾക്ക് സാക്ഷികളായ പ്രവാചകന്മാരെ നാം അല്ലാഹു വിസ്തരിക്കുകയും, പരലോകത്ത് അല്ലാഹു മലക്കുകളോട് മനുഷ്യരെ സാക്ഷി നിർത്തി, മലക്കുകളെ നിർത്തിയിട്ട് ചോദിക്കാൻ, മനുഷ്യരെ, ഏകനായ സൃഷ്ടാവ് ഞാനാണെന്നും എനിക്കാണ് നിങ്ങൾ വണങ്ങേണ്ടതെന്നും നിങ്ങളാരും പഠിപ്പിച്ചില്ലേ? ഇപ്പം മനുഷ്യന്മാർ ഞങ്ങളൊന്നും കേട്ടിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞതൊക്കെ ഭ്രാന്തന്മാരാ, തീവ്രവാദികളാ, ഞങ്ങൾ വിചാരിച്ചു അവർക്കൊന്നും ലോകം തിരിയാത്തവരാ. നിങ്ങൾ കേട്ടില്ലല്ലേ പ്രവാചകന്മാരെവിടെ? ഓരോ നബിയും അല്ലാഹുവെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലാഹുവെ ഞാൻ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ആലിമീങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ദർസ് നടത്തി കൊടുത്തിട്ടുണ്ട്, ഇൽമു പകർന്നു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഓരോരുത്തരും സാക്ഷി പറയുമ്പോൾ, ഓരോ സമുദായങ്ങളുടെയും നേതാക്കന്മാരായ പ്രവാചകന്മാർ അതത് സമുദായങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ വരികയും, ഈ സമുദായത്തിന് സാക്ഷി പറയാൻ പ്രവാചകരെ നാം അങ്ങയെ വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ, അതാണ് ആയത്തിനർത്ഥം. നബി തങ്ങൾ പറഞ്ഞു, ഹസ്ബുക്, ഇബ്നു മസ്ഊദേ മതി, ഇബ്നു മസ്ഊദേ ഇനി ഓതണ്ട. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന പ്രവാചകരുടെ ശിഷ്യൻ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി, ഫഇദാ ഐനാഹു തദ്രിഫാൻ, പ്രവാചകന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് ഓതാൻ കഴിഞ്ഞില്ല. മതി മതി മതി. ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീടിൻ്റെ അരികിലൂടെ അങ്ങ് നടന്നു പോകുന്നു. മഗ്രിബ് കഴിഞ്ഞ നേരം, നമ്മളൊക്കെ പണ്ടൊക്കെ ഖുർആനൊക്കെ ഓതിയിരുന്ന നേരം, ഇപ്പോൾ സീരിയൽ കാണുന്ന നേരം എന്ന് പറയേണ്ടി വരും അല്ലേ? ഏറ്റവും നല്ല സീരിയലൊക്കെ ആ നേരത്തെ വിടുക. ഈ പിശാചുക്കൾ സൂര്യാസ്തമയം കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് പരക്കെ ഓടും എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്. അത് ഈ ചാനലിലൂടെയാണോ ഓടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ വീടുകളിലും എത്തി അല്ലേ? ഉമ്മാർക്കൊന്നും ഒരാൾ വിളിച്ചാൽ ഫോൺ എടുക്കൂല, സ്വന്തം ഭർത്താവ് വിളിച്ചവരെടുക്കൂല. ഈ സീരിയൽ കഴിയട്ടെ, ഇനി എൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, പരസ്യം വരുമ്പോൾ വേണമെങ്കിൽ ഫോൺ എടുത്തേക്കാം. അത് കഴിഞ്ഞാൽ മറ്റൊന്ന്, എല്ലാ സീരിയലും ബോറടിക്കാൻ തുടങ്ങിയാൽ എടുത്തിട്ട് പിന്നെ കിച്ചണിക്കോ വേറെ എന്തെങ്കിലും പണിക്കോ പോയേക്കും. സുബ്ഹാനല്ലാഹ്. എൻ്റെ ഒരു ക്രിസ്ത്യാനിയായ സുഹൃത്ത്, അദ്ദേഹം ഒരു വീട്ടുകാരെ സംബന്ധിച്ച് അദ്ദേഹം നല്ലൊരു ഒരു സത്യസന്ധനായ ക്രിസ്ത്യാനിയാണ്, നല്ല പ്രാർത്ഥനയുള്ള ആൾ. ബൈബിൾ എടുത്തിട്ട് ജോലി കഴിഞ്ഞ് വന്നാൽ വളരെ കഠിനാധ്വാനമുള്ള ജോലിയാണ്, UAE-ലാണ്. അത് കഴിഞ്ഞാൽ ശരിക്ക് ബൈബിൾ പാരായണം ചെയ്യും. അപ്പോൾ വീട്ടിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും, അവരങ്ങ് കുറച്ച് ആലപ്പുഴ മേൽഭാഗത്താണ് അവരുടെ വീട്, ഇരിക്കട്ടെ. അപ്പോൾ വീട്ടിലെ കഷ്ടപ്പാടും പ്രയാസമൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം വീട്ടുകാരോട് പറയാറുള്ളത്,
നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് വീട്ടുകാർ പറയുന്നു. എപ്പോഴാണെന്നറിയോ? ബോറടിക്കുന്ന സീരിയൽ വന്നാലല്ലോ, അല്ലെങ്കിൽ വായിക്കൂല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പറയും, ഈ പ്രാർത്ഥന ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ദൈവം തമ്പുരാൻ നമ്മുടെ വിളി കേൾക്കുന്നത് എന്ന് അദ്ദേഹം സ്വന്തം കുടുംബത്തോട് പറയാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരെ, നമ്മളെയൊക്കെ അത് ബാധിച്ചിട്ടുണ്ടോ? വലിയൊരളവോളം അള്ളാഹുവിൻ്റെ വചനമെടുത്ത് ഓതേണ്ട നേരം, നമ്മുടെ വീടുകളിൽ പ്രാർത്ഥന നമ്മൾ നിരന്തരമായും പ്രാർത്ഥന ഓതേണ്ട നേരം, നിരതമാവേണ്ട നേരത്ത് നമ്മൾ പൈശാചിൻ്റെ കൂട്ടായ്മയിലും എന്താ വെറുതെ മുഖം വീർപ്പിച്ച് അമ്മായിമ്മക്ക് മകളോട് പോരും, മകൾക്ക് ഭർത്താവിനോട് പോരും, ഭർത്താവിന് ഭാര്യയെ സംശയം, ഇതല്ല ഇപ്പോൾ ഈ സീരിയൽ എന്ന് പറഞ്ഞത്. ഇത് കാണാനാണ് നമ്മളങ്ങനെ ഇരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ശ്വാസം പിടിച്ചിട്ട് വലിയ വലിയ കൊട്ടാരം പോലത്തെ വീടുകൾ, അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ആൾക്കാരും കരയാം. പിന്നെ എന്തിനാണ് വീട് വെച്ചത്? നല്ലൊരു വീട് വെച്ചിട്ട് സന്തോഷിക്കാൻ വകുപ്പില്ലാതെ ഇതാ നമ്മളെ കുട്ടികളും നമ്മുടെ പെണ്ണുങ്ങളും കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് അമ്മായിമ്മ പോരും, അങ്ങനെ ഭർത്താവിന് ഒഴിവാക്കാൻ വേണ്ടി കാമുകൻ്റെ കൂടെ ഒളിച്ചോടലും, ഭർത്താവിനെ തലക്കടിച്ച് കൊല്ലലും, ഇതൊക്കെയല്ലേ പഠിപ്പിച്ചിരുന്നത് സിനിമകളും നമ്മുടെ സീരിയലുകളൊക്കെ. പുത്തുനിബിതങ്ങൾ മഗ്രിബിൻ്റെ നേരത്തൊരു വീടിൻ്റെ അരികത്തുകൂടെ പോവുക. ആ ഉമ്മ, ഒരു പ്രായമായ ഉമ്മ ഓതുകയാണ്, ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന അന്ത്യദിനത്തിൻ്റെ പ്രകമ്പനങ്ങളെ സംബന്ധിച്ചുള്ള വിവരം നബിയെ നിങ്ങൾ അറിഞ്ഞോ? അള്ളാഹു ചോദിക്കാൻ, ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഈ പ്രപഞ്ചത്തെ അള്ളാഹു നശിപ്പിക്കുന്നൊരു ദിവസമുണ്ട്. ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമഇദിൻ ഖാശിഅ. അന്ന് മുഖങ്ങൾ പേടിച്ചരണ്ടിട്ടുണ്ടാകും. വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ഈ ഭൂമിയിൽ ഒരുപാട് അധ്വാനിച്ചവരാൻ, ഒരുപാട് കഷ്ടപ്പെട്ടവരാൻ. പക്ഷെ അധ്വാനം വേണ്ടതിനായിരുന്നില്ല, വേറെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു. ആ ശരീരങ്ങൾ മുഴുവനും തസ്ലാ നാറൻ ഹാമിയ, അള്ളാഹുവിൻ്റെ ചൂടുള്ള നരകത്തിലേക്ക് പതിക്കാനുള്ളവർ എന്ന് പറഞ്ഞപ്പോ ഹൽ അതാക ഹദീസുൽ ഗാശിയ, ആ വിവരം അങ്ങേക്ക് വന്നോ നബിയെ, അങ്ങറിഞ്ഞോ നബിയെ എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ യാത്രയുടെ നടന്നു പോകുന്ന വഴിയിൽ നിന്നിട്ട് ആ ഉമ്മക്ക് മറുപടി കൊടുത്തു, നഅം ഖദ് അതാനി, നഅം ഖദ് അതാനി, നഅം ഖദ് അതാനി. എനിക്ക് ആ വിവരം വന്നിട്ടുണ്ട്, ഞാനത് അറിഞ്ഞിട്ടുണ്ട്, അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഹബീബായ നബി തങ്ങൾ ആ ഖുർആനിൻ്റെ വചനങ്ങൾക്ക് മറുപടി നൽകി എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. നമ്മൾ ആലോചിക്കുന്നുണ്ടോ? മഹാന്മാർ സ്വഹാബത്ത് പറയാ, വിശുദ്ധ ഖുർആനിൽ ഞാൻ ഓതിപ്പോകുന്ന ആയത്തുകൾ ഞാൻ മനസ്സറിയാതെ ഓതിപ്പോകുന്നതിന് അള്ളാഹ് കൂലി തരുമോ എനിക്ക് സംശയമാണ്. പക്ഷെ നമ്മുടെ മസ്അല പ്രകാരം കൂലി കിട്ടുന്നതാണ്. ഒരാൾ ഒന്നും അർത്ഥറിയാതെ ഓതി കൂലി കിട്ടും. പക്ഷെ അർത്ഥം അറിയുന്നവർ, പ്രത്യേകിച്ച് ഉസ്താദുമാർ, അറബ് വ്യാകരണമാർ, നഹ്വു സർഫും ബലാഗി മആനിക്ക് അല്പെങ്കിലും പഠിച്ചവർ, ഒന്നിരുന്നാലും തഫ്സീർ നോക്കിയാൽ അവർക്കറിയാൻ പറ്റും. അങ്ങനത്തെ ആളുകളെ അർത്ഥമറിയാതെ വെറുതെ ഓതിപ്പോകുന്നതിന് അല്ലാഹു തആല സവാബ് കൊടുക്കൂല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. കൂലി ഉണ്ടാവില്ല. ലാ അഹ്സിബുഹു, അതിനൊന്നും കൂലി കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. മഹാന്മാരായ സ്വഹാബിമാർ പറയാം, എൻ്റെ അഭിപ്രായം പറയല്ലേ. അപ്പം നമ്മളൊക്കെ എത്ര കണ്ട് പഠിക്കേണ്ടവ. ഒരൊറ്റ സംഭവം കൂടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മഹാനായ അത്വാ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, ആയിഷ ബീവി, അങ്ങയുടെ ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത അനുഭവം ഏതാണ്? ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഒരു ആയത്തിറങ്ങിയ ആലു ഇമ്രാനിലെ ആയത്തിറങ്ങിയ രംഗമാണ് ബീവി പറഞ്ഞത്. എന്താണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഈ ആയത്തിറങ്ങിയ രാത്രി എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നു. നേരം പുലരുന്നത് വരെയുള്ള ഹബീബിൻ്റെ രാത്രി പ്രാർത്ഥനയിൽ ഹബീബ് കരയുകയായിരുന്നു. നേരം വെളുക്കാറായി. ബിലാൽ റളിയല്ലാഹു അൻഹു നബിയെ വാങ്ക് വിളിക്കട്ടെയോ എന്ന് ചോദിച്ചു വന്നപ്പോൾ ഹബീബ് കരയുകയാണ്. മഹാനായ ബിലാൽ തങ്ങൾ ചോദിച്ചു, ബിലാൽ ഇബ്നു റബാഹ് എന്നവരെ റളിയല്ലാഹു അൻഹു, ബി അബീ വ ഉമ്മി യാ റസൂലല്ലാഹി മാ യുബ്കീക്, എൻ്റെ ഹബീബേ അങ്ങ് എന്തിനാണ് കരയുന്നത്? ഹബീബിൻ്റെ മറുപടി വന്നു, ജിബ്രീൽ അലൈഹിസ്സലാം ഇന്നലെ എനിക്ക് ഏതാനും ആയത്തുകൾ ഇറക്കി തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, വൈലുൻ അലാ മൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ, ഈ ആയത്തുകൾ വെറുതെ ഓതുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ശിക്ഷയുണ്ട് എന്ന് എന്നോട് പറഞ്ഞു ബിലാലേ.
ആ ആയത്തിതാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലുണ്ട്. നമ്മളിപ്പോൾ ഇരുട്ടാവാൻ പോവാ, മഗ്‌രിബ് കൊടുക്കാനായോ അല്ലേ? 5 മിനിറ്റുള്ളൂ, അല്ലാ പെട്ടെന്ന് നിർത്താം. ഈ ഇരുട്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്ര എളുപ്പമാണ്. ഈ ഇരുട്ടാവണമെങ്കിൽ ഈ ഭൂമിയെ അള്ളാഹു കൃത്യമായി തിരിക്കണ്ടേ? നമ്മുടെ ടയർ തിരിയണമെങ്കിൽ പെട്രോളോ ഡീസലോ അടിക്കണം. ഈ ഭൂമി തിരിയാനുള്ള പെട്രോൾ ആരടിച്ചെടുത്തത്? എത്ര കാലമായി കറങ്ങാൻ തുടങ്ങിയിട്ട്? ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഭൂമി തിരിയില്ല എന്ന് വിചാരിക്കുക, ഏത് സെക്രട്ടേറിയറ്റൊക്കെ നമ്മൾ സമരം ചെയ്യാം? അല്ല മഴ തന്നില്ല എന്ന് വിചാരിക്കുക, ഏത് കളക്ടർ ഓഫീസിൽ വിളിച്ചാൽ മഴ കിട്ടും? ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മളൊക്കെ വെറുതെ അഹങ്കരിച്ച് ചിന്താവാതെ വിളിക്കുക തന്നെ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടാൽ 50-60 സെക്കൻഡ് നേരത്തേക്ക് ശ്വാസം വലിക്കാൻ പറ്റിയില്ലെങ്കിൽ മരിച്ചു പോകുന്ന ജന്തുക്കളാണ് നമ്മൾ. എന്തൊക്കെ അഹങ്കാരം നമ്മൾ കാട്ടിക്കൂട്ടുന്ന അള്ളാൻ്റെ ഭൂമിയിൽ അല്ലേ? 50 സെക്കൻഡ് 60 സെക്കൻഡ്, അതിനപ്പുറം ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റില്ല മനുഷ്യന്. 1 മിനിറ്റ് 1.5, അതിലപ്പുറം നിൽക്കുന്നവർക്ക് അവാർഡ് കൊടുക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. ആ ഒരു ശ്വാസം വലിക്കണമെങ്കിൽ ഒരു നിയ്യത്ത് വേണമെന്നുള്ള നിർബന്ധമാക്കിയിട്ടുണ്ട്. ഊതിക്കാൻ നിയ്യത്ത് വേണ്ട പോലെ ശ്വാസം വലിക്കാൻ ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നെങ്കിൽ എല്ലാവരും മരിക്കൂലേ? ആർക്കത് ഓർമ്മ ഉണ്ടാവുക? നമ്മൾ അറിയാണ്ട് ശ്വാസം എടുത്തും വലിച്ചും കൊണ്ടിരിക്കുക. ഇതൊക്കെ തന്ന പടച്ചവനെ ദേഹത്ത് കൊണ്ടു നടന്നിട്ട് പറയാ, ദൈവമില്ല, പടച്ചവനില്ല, ഞാൻ നിരീശ്വരവാദിയാണ്. അവരൊക്കെ അനുഭവിക്കും. തലച്ചോറുണ്ടായിട്ട് ചിന്തിക്കാത്തവരാണെങ്കിൽ ഇതിന് കടുത്ത വില കൊടുക്കേണ്ടി വരും. ഈ ലോകത്തെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് സ്വന്തം ഉമ്മയെ ഉപ്പയെ തള്ളിപ്പറയാൻ മനുഷ്യന് കഴിയില്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ എങ്ങനെ നമ്മൾ തള്ളിപ്പറയും? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട്, ലആയാതിൽ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. എന്നാൽ സയൻസ് പഠിക്കണം, ജിയോളജി പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, ബയോളജി പഠിക്കണം, ഫിസിക്സ് പഠിക്കണം. ഖുർആനിൽ ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും പഠിക്കാതിരുന്നാൽ അവർക്ക് ശിക്ഷ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. നോക്കണം, ഈ ആയത്തിനെ സംബന്ധിച്ചാണ് വൈലുൻ അലാ മൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഹബീബ് നിന്ന് നിസ്കരിച്ച ഒരു നിസ്കാരം നിർവഹിച്ച രാത്രിയാണ് ഹബീബിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയാത്ത അനുഭവമെന്ന് മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഈ ഒരു ആയത്തിറങ്ങിയ രാത്രിയാണ്. ആയത്തിൻ്റെ ആശയം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞത്. അള്ളാഹു പഠിക്കാനും അറിയാനും അവനിലേക്ക് അടുക്കാനും നമ്മുടെ സുജൂദ് മനസ്സറിഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിതരായി, റബ്ബേ സുബ്ഹാന റബ്ബിയൽ അഅല, നീ പരിശുദ്ധനാണ് അല്ലാഹുവേ, സുബ്ഹാന റബ്ബിയൽ അദീം, നീ മഹോന്നതനാണ് അല്ലാഹുവേ, അല്ലാഹു അക്ബർ, സർവ്വ വസ്തുവിനേക്കാളും സർവ്വ വിഷയത്തെക്കാളും വലുത് അല്ലാഹുവേ നിൻ്റെ വിഷയമാണ്. ഇതല്ലേ നമ്മൾ പറയുന്നത്? അള്ളാഹു മനസ്സറിഞ്ഞ് അവന് സമർപ്പിതരാവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. നമ്മുടെ ഇവിടുത്തെ ഒരു ബാച്ച് കഴിഞ്ഞ് അടുത്തൊരു ബാച്ചിൻ്റെ ഒരു കോൺവൊക്കേഷൻ നടക്കാൻ, അത് അടുത്തൊരു ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ. ഖുർആൻ ഇനിയും ഓതാൻ അറിയാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ അൽ ഫുർഖാനിൽ വന്ന് രജിസ്റ്റർ ചെയ്ത് അടുത്തൊരു കോഴ്സിലേക്ക് ചേരാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. അള്ളാഹുവേ ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ തമ്പുരാനെ. ഞങ്ങളോട് നീ പൊറുക്കണേ തമ്പുരാനെ. ഞങ്ങളോട് ക്ഷമിക്കണേ റബ്ബേ. ഞങ്ങളുടെ പൊറുക്കണേ തമ്പുരാനെ. നിന്നോട് നന്ദികേട് ചെയ്ത് ഞങ്ങൾ ജീവിച്ചത് ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ. നിന്നെ അറിയാതെയും മനസ്സിലാക്കാതെയും ഞങ്ങൾ കഴിച്ചുകൂട്ടിയ സമയങ്ങൾ ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ. അള്ളാഹു ഇനി ഒരിക്കൽ ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ ആയുസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മുഴുക്കെ നിന്നെ അറിയാനും നിൻ്റെ മഹത്വം വാഴ്ത്താനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ശരീരവും മനസ്സും നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ സ്വഭാവവും പെരുമാറ്റവും നന്നാക്കണേ റബ്ബേ. ഞങ്ങളുടെ ചിന്തകളും കർമ്മങ്ങളും നന്നാക്കി തരണേ റബ്ബേ. അള്ളാഹു ഞങ്ങളെ നല്ല മനുഷ്യരാക്കണേ റബ്ബേ. സ്വാലിഹീങ്ങളിലേക്ക് ചേർത്തണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ റബ്ബേ. ഭാര്യ